ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? ഒന്നു കുഞ്ഞെ ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരോ നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. നിന്റെ കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിന്റെ വീണമീട്ടി നിന്നെ തഴുകി. നിന്റെ കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിന്റെ വീണമീട്ടി നിന്നെ തഴുകി. ആരീരാരം പാടി പാടി നിന്നെ ഉറക്കി നെഞ്ചുണർത്തും ചൂടു നൽകി നിന്നെ വളർത്തി. ഇത്ര നല്ല ദൈവത്തെ നീ മറന്നു പോയോ? ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ലോകസുഖമോഹമെല്ലാം കടന്നു പോകും. മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. ലോകസുഖമോഹമെല്ലാം കടന്നു പോകും. മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. ദൈവത്തെ നീ ആശ്രയിച്ചാൽ രക്ഷ നേടിയിടും. ഈ ലോകത്തിൽ ധന്യമാകും നിന്റെ ജീവിതം. ദൈവം നൽകും ദിവ്യ സ്നേഹം എത്ര സുന്ദരം. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ?
പൊന്നു കുഞ്ഞെ ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരോ നിന്നെ രക്ഷിക്കാനുള്ളൂ. I'm really grateful to God for the opportunity extended to me to speak to you from the Word of God tonight. Since some people have requested me to share my personal testimony, I thought the initial few minutes I will use for the same. I was born and brought up in a Hindu family. My parents were from Kerala, but they went and settled in Tamil Nadu long ago. എന്റെ മാതാപിതാക്കന്മാർ കേരളത്തിൽ ജനിച്ചവരായിരുന്നെങ്കിലും അനേക വർഷങ്ങൾക്ക് മുമ്പേ തമിഴ്നാട്ടിൽ പോയി സ്ഥിരതാമസമാക്കിയവരാണ്. I was born in the town called Pondicherry, south of Madras. തമിഴ്നാടിന്റെ തെക്കുള്ള പോണ്ടിച്ചേരി എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഞാൻ ജനിച്ചത്. And my father was a very pious Hindu gentleman. എന്റെ പിതാവ് വളരെ ഭക്തനായ ഒരു ഹൈന്ദവനായിരുന്നു. And every day in our own house, before we start our duties in the morning, we go to our prayer room and worship the gods, and then only we start our daily duties. ഞങ്ങളുടെ ഭവനത്തിലാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ആദ്യമേ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിച്ച് എന്ന മുറിയിൽ പോയി അവിടെ ഇരിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിച്ച ശേഷമേ എന്തെങ്കിലും ചെയ്യാറുള്ളായിരുന്നു. Evening when my father comes back from the office, he used to take me to one or the other temple. എന്റെ പിതാവ് ജോലി കഴിഞ്ഞ് വന്നാൽ എന്നെയും കൂട്ടിക്കൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും അമ്പലങ്ങൾ സന്ദർശിക്കുക പതിവായിരുന്നു. We were two children. I have only one elder sister. ഞാനും എന്റെ മൂത്ത പെങ്ങളും മാത്രമേ ഉള്ളൂ. I was an obedient son. I used to go along with my father wherever he takes me. ഞാൻ അനുസരണമുള്ള ഒരു മകനായിരുന്നതുകൊണ്ട് എന്റെ പിതാവ് എവിടെ വിളിച്ചാലും ഞാൻ പോകുമായിരുന്നു. It was almost a daily routine to visit the temples. എല്ലാ ദിവസവും അമ്പലത്തിൽ പോവുക ഞങ്ങളുടെ വീട്ടിലെ പതിവായിരുന്നു. I just used to do and imitate what my father used to do in the temples. എന്റെ പിതാവ് അമ്പലത്തിൽ ചെന്ന് എന്തൊക്കെ കാണിക്കുന്നു അതൊക്കെ ഞാനും അനുകരിക്കുമായിരുന്നു. Not that I was interested or attracted towards God or spiritual things. അവിടെ കണ്ട ദൈവങ്ങളോട് എനിക്ക് എന്തെങ്കിലും ആത്മീയമായ താല്പര്യം തോന്നിയിട്ടല്ല. But just because I obey my father, I used to do whatever he does. എന്റെ പിതാവിനെ അനുസരിക്കണമെന്ന് താല്പര്യമുള്ളത് കൊണ്ട് താൻ ചെയ്തൊക്കെ ഞാനും ചെയ്തു. Now in front of God, sometimes he used to stand and worship or sit and worship. ചിലപ്പോൾ എന്റെ പിതാവ് അവിടെ നിന്നുകൊണ്ട് ദൈവങ്ങളെ ആരാധിക്കുമായിരുന്നു, ചിലപ്പോൾ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമായിരുന്നു. I used to do exactly what he does. എന്റെ പിതാവ് നിൽക്കുമ്പോൾ ഞാനും നിൽക്കും, എന്റെ പിതാവ് ഇരിക്കുമ്പോൾ ഞാനും ഇരിക്കും. If he lies prostrate and worship, I will also lie prostrate and worship. എന്റെ പിതാവ് ആ വിഗ്രഹങ്ങളുടെ മുമ്പാകെ നെടുമ്പാട് വീണാൽ ഞാനും തന്നോട് കൂടെ നെടുമ്പാട് വീണെന്ന് ആരാധിക്കും. Sometimes in front of God, he used to sit and meditate. I also used to sit and meditate. ചിലപ്പോൾ താൻ കണ്ണുമടച്ച് അവിടെ ധ്യാന നിമിത്തനായിട്ട് ഇരുന്നിട്ടുണ്ട്, ഞാനും അതുപോലെ ചെയ്തിട്ടുണ്ട്. What my father used to meditate, I never knew. എന്നാൽ എന്റെ പിതാവ് എന്താണെന്നോ ധ്യാനിക്കുന്നത് ചോദിച്ചാൽ ഇന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But in front of such gods, I used to meditate like this. ആ പിതാവ് ചെയ്തതുപോലെ ഞാൻ ഇവിടെ ധ്യാനിച്ചിട്ടുണ്ട്. When I see certain gods, they are so fierce looking. നിങ്ങൾക്കറിയാം, ചില വിഗ്രഹങ്ങളെ നോക്കിയാൽ വളരെ ഭീതി ജനിപ്പിക്കുന്നവയാണ്. Eyes bulging out, with the tongue protruding, with a spear or a sword in one hand. ഒരു കൈയിൽ കുന്തവും പിടിച്ചുകൊണ്ട് ചൂലവും പിടിച്ചുകൊണ്ട് നാക്കും നീട്ടി കണ്ണും കുന്തിയിരിക്കുന്ന ദൈവങ്ങളാണ് അവിടെ ഉള്ളത്. So my father used to be meditating, closing his eyes like this. ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി എന്റെ പിതാവ് കണ്ണുമടച്ചിരുന്ന് ധ്യാനിക്കും. But I used to meditate like this. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ധ്യാനിക്കാറുണ്ടായത്. God do me a favor. ദൈവമേ എന്നോട് ഒരു ഉപകാരം ചെയ്യണം. Only one favor. ഒരു ഉപകാരം ചെയ്താൽ മതി. Don't come in my dreams at all. രാത്രി ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ ഈ രൂപമായിട്ട് എന്റെ സ്വപ്നങ്ങളിലേക്ക് ദയവായി കടന്നു വരിക. Because I will have a nightmare then. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ ദുഷ്ടസ്വപ്നം കണ്ട് ഞാൻ അലറി വിളിക്കും. I used to say yesterday's God was all right. ഞാൻ പലപ്പോഴും പറയാറ് ഇന്നലെ പോയത്തെ ദൈവം നല്ല ദൈവമാണ്. That God was not this fierce. കാരണം ആ ദൈവത്തിന്റെ മുഖത്ത് നോക്കാൻ പേടിക്കേണ്ട ആവശ്യമില്ല. I used to think how tomorrow's God will be. അപ്പൊ ഞാൻ ഇതാണ് ധ്യാനിക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ നാളെ പോകുന്ന അമ്പലത്തിലെ ദൈവം ഇങ്ങനെയുള്ളതായിരിക്കും. Male or a female. അത് പുരുഷൻ ദൈവമാണോ സ്ത്രീ ദൈവമാണോ? 1 head or 10 heads. ഒരു തലയുള്ള ദൈവമാണോ 10 തലയുള്ള ദൈവമാണോ? 2 hands or 24 hands. 2 കൈയുള്ള ദൈവമാണോ 24 കൈയുള്ള ദൈവമാണോ? Sitting on a tiger or a rat. ഇനിയുടെ പുറത്തിരിക്കുന്ന ദൈവമാണോ?
അതുമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവമാണോ? looking like an elephant or a monkey? അതോ ആ ദൈവത്തെ കണ്ടാൽ ആനയുടെ രൂപമായിരിക്കുമോ അതോ കുരങ്ങിന്റെ How രൂപമായിരിക്കുമോ? tomorrow's God will be? നാളത്തെ ദൈവത്തിന്റെ രൂപം എന്തായിരിക്കും? It is all what I used to meditate. ഇതാണ് ഞാൻ അവിടെ നിന്ന് കണ്ണടച്ച് ചിന്തിക്കുന്നത്. When my father gets up and walks, I also used to walk. എന്റെ പിതാവ് എന്തോ കഞ്ഞി ചിന്തിക്കാൻ ഇവിടെ ദാനം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകും. This is all what I used to do when I went along with my father to the temple. എന്റെ പിതാവിന്റെ കൂടെ അമ്പലത്തിൽ പോയിട്ടുള്ളപ്പോഴെല്ലാം ചെയ്തിട്ടുള്ള ഇതാണ്. 1965, I joined the medical college in Pondicherry. 1965 പോണ്ടിച്ചേരിയിലെ മെഡിക്കൽ കോളേജിൽ ഞാൻ After വിദ്യാഭ്യാസം completing 1 year of my studies, ഒരു വർഷത്തെ പഠനത്തിന് ശേഷം 1966 March, 1966 മാർച്ചിൽ when I was just walking through one of the streets in my car, അവിടെയുള്ള തെരുവിലൂടെ ഒരു സ്ത്രീയിലൂടെ നടക്കുമ്പോൾ one day I saw a board there in front of a house written like this: gospel meeting, all are welcome. ഒരു വീടിന്റെ പുറത്ത് ഇങ്ങനെ ഒരു നോട്ടീസ് എഴുതി വെച്ചിരുന്നു, ഇവിടെ സുവിശേഷ യോഗങ്ങൾ നടക്കുന്നു, ഏവർക്കും സ്വാഗതം. Actually, I did not know what was gospel meeting. അന്ന് എനിക്ക് സുവിശേഷ യോഗം എന്നാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. I had only a vague idea about Christianity. ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് വളരെ ഒട്ടും ക്ലിയർ അല്ലാത്ത ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. And I had a habit, if there is a meeting in my town, I used to attend any meeting. എന്നാൽ എനിക്കൊരു സ്വഭാവമുണ്ട്, ആ പട്ടണത്തിലെ ആര് വെക്കുന്ന മീറ്റിംഗ് ആണെങ്കിലും എനിക്കിവിടെ കേൾക്കാം. Any type of meeting I used to go just to seek information. എങ്ങനെയുള്ള മീറ്റിംഗ് ആണെന്നുള്ള വിഷയമല്ല, കാരണം അറിവ് സമ്പാദിക്കാനുള്ളതാണ് എന്റെ ലക്ഷ്യം. The meeting was held in a house. ഈ പ്രത്യേക മീറ്റിംഗ് ഒരു വീട്ടിൽ വെച്ചാണ് നടന്നത്. As I entered the house, I saw in the central hall mats were spread, people were sitting there and singing songs. ആ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ അതിന്റെ നടുക്കുള്ള ഒരു ഹോളില് ഇങ്ങനെ നിലത്ത് പായിട്ട് ആളുകൾ പായിരുന്നുകൊണ്ട് പാട്ടുകൾ പാടുന്നു. Outside the hall there was a corridor in which they have put some chairs. എന്നാൽ ആ ഹോളിന് പുറത്ത് ഒരു ഇടവഴിയുണ്ട്, അവിടെ കുറെ കസേരകൾ ഇട്ടിട്ടുണ്ട്. All chairs were empty. ആ കസേരകളിൽ ആരും ഇരിക്കുന്നില്ല. And I just thought, anyway, I am not going to sit inside on the mat. അപ്പൊ ഞാൻ നിന്റെ ചെയറിൽ അകത്ത് പോയി പായലിരിക്കുന്ന പരിപാടിയില്ല. I sat on the chair. ഞാൻ അതുകൊണ്ട് ആ ചെയറിൽ ഇരുന്നു. But I had a fear in my mind. എന്നാൽ എന്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടായി. Nobody is sitting in the chair. ആരും ഈ കസേരകളിൽ ഇരിക്കുന്നില്ലല്ലോ. Well, probably these are full for some VIPs. ഇത് ഒരു വേള ഇന്ന് രാത്രി വളരെ പ്രധാനപ്പെട്ട ആളുകളെ അതിഥികളായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും, അവർക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന കസേരയായിരിക്കാം. So I do not know whether somebody will ask me to get out from the chair. അതുകൊണ്ട് അവർ വരുമ്പോൾ നീ എഴുന്നേറ്റ് ഓടാൻ ആരെങ്കിലും പറയുമോ എന്നുള്ള പേടിയുണ്ട്. But when I looked at the people, എന്നാൽ ഞാൻ ഇവിടെ ആളുകളെ I ശ്രദ്ധിച്ചപ്പോൾ was a little happy. എനിക്ക് വളരെ സന്തോഷം തോന്നി. Most of them were very poor people. കാരണം അവിടെ ഇരുന്നവരെല്ലാം വളരെ സാധുക്കളായ Most of ആളുകളാണ്. them did not seem to be very well off, did not have good jobs. അവരാരും ധനികരോ ഉന്നതന്മാരോ ആയ ആളുകളാണ് തോന്നിയത്. I thought I was much better than these people. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു ഇവരെക്കാളൊക്കെ എത്രയോ നല്ലതാണ്. So I thought, let those poor fellows sit there on the mat. അവിടെ ഞാൻ വിചാരിച്ചു സാധുക്കളൊക്കെ തറയിൽ പായലിന്ന് ആരാധിക്കട്ടെ. And I was the only fellow wearing pants on that night. ആ യോഗത്തിൽ നോക്കിയപ്പോൾ അന്ന് രാത്രി പാൻസിട്ടുണ്ടെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. So I thought I would sit in the chair. അതുകൊണ്ട് ഞാൻ പാൻസിട്ടുണ്ടോ ഞാൻ നിലത്തിരിക്കുന്നില്ല, ഞാൻ കസേരയിരിക്കാൻ I sat in the chair, crossed my legs, put my hand on the other chair and sat majestically to see what these poor people are doing there. ഞാൻ ആ കസേര ഇരുന്നുകൊണ്ട് കാലിന്മേൽ കാലെടുത്ത് വെച്ച് അടുത്ത കസേരയിൽ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ വളരെ സുമുഖരായി അവിടെ ഇരുന്നു. It was at that time the leader of the meeting came. അപ്പോഴാണ് ആ പ്രാർത്ഥന കൂട്ടത്തിന്റെ നേതാവ് അവിടെ കടന്നു വന്നത്. He just took his watch and said, we have 5 more minutes to start the meeting. People are now only coming, so for the blessing of the meeting we'll all pray, he said. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകം, മീറ്റിംഗ് തുടങ്ങാൻ ഇനിയും 5 മിനിറ്റുകളുണ്ട്, ഇനിയും ആളുകൾ വരാനുണ്ട്, അതുകൊണ്ട് നമുക്ക് അത്രയും സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു. When he said, let us pray, everybody stopped singing. They went on their knees, closed their eyes and started saying, praise the Lord, hallelujah, etc. ഞാൻ താൻ പറഞ്ഞു തീരാത്ത താമസം എല്ലാവരും പെട്ടെന്ന് മുട്ടുമേൽ നിന്നുകൊണ്ട് പാട്ട് നിർത്തിയിട്ട് പ്രാർത്ഥന ആരംഭിച്ചു. I never heard praise the Lord and hallelujah before. അന്നാണ് ആദ്യമായിട്ട് പ്രൈസ് ദി ലോർഡ് എന്നും ഹല്ലേലൂയ എന്നുള്ള വാക്കുകൾ It കേട്ടത്. was all looking very funny to me. എനിക്ക് വളരെ രസകരമായി തോന്നി. One fellow said, let us pray. ഒരുവൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. And what are these people chanting mantrams like this? അപ്പൊ ഞാൻ ഇവരെല്ലാം ഈ മന്ത്രം ജപിക്കുന്ന പോലെ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് Which പറഞ്ഞാൽ God these people are worshipping? ഇവരെ സേവിക്കുന്ന ദൈവം ഏതാണ്? As these people are closing their eyes and worshipping, I opened my eyes and looked which God was there. ഇവരെല്ലാം ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് അവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ എന്റെ കണ്ണു തുറന്ന് അവിടെ എല്ലാം പരതി ഇവരുടെ ദൈവത്തിന്റെ രൂപമാണ് To കാണുന്നത്. my surprise, not a single God was there. എന്നാൽ എനിക്ക് അത്ഭുതം തോന്നി, അവിടെ ഒരു ദൈവത്തെയും കണ്ടില്ല. No male, no female gods, nobody was there. ആൺ ദൈവമില്ല, പെൺ ദൈവമില്ല. That made it more interesting. അതെനിക്ക് ഒന്നുകൂടെ രസകരമായി തോന്നി. Which God these people are worshipping? എങ്ങനെയുള്ള ദൈവത്തെയാണ് ഇവർ ആരാധിക്കുന്നത്? What is this prayer? ഇവരുടെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? As I was thinking like that, ഞാൻ അങ്ങനെ these ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ people would have prayed only a few minutes. ചുരുക്കം നിമിഷമേ അവർ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. I felt the whole atmosphere of the room changing. ആ ഹോളിനുള്ളിലെ അന്തരീക്ഷം മാറുന്നതായി എനിക്ക് I അനുഭവപ്പെട്ടു. felt something strange presence around me. ഏതോ ഒരു വലിയ സാന്നിധ്യം അവിടെ നിറയുന്നതായി എനിക്ക് That തോന്നി. made me actually nervous there. അപ്പോൾ എനിക്ക് വളരെ ഒരു സങ്കോചമുണ്ടായി. I did not know what it was then. എന്തിന്റെ സാന്നിധ്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But today I know when people worship God in truth and spirit,
God, according to His promise, comes in their way. എന്നാൽ ഇന്ന് എനിക്കറിയാം ദൈവത്തിന്റെ വചനപ്രകാരം ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തം അനുസരിച്ച് 2-3 പേരുടെ കൂടിയാൽ അവരുടെ മധ്യയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം was filling up that hall. ആ ഹോളിനുള്ളിൽ ദൈവ സാന്നിധ്യം I നിറയുകയായിരുന്നു. did not know all these things. അതെനിക്കൊന്നും അറിഞ്ഞുകൂടാ. I thought I have come to your own place. ഞാൻ വിചാരിച്ചു ഞാൻ ഒരു സാധാരണ സ്ഥലത്തേക്ക് വന്നതേ ഉള്ളൂ. I come to your own place. ഞാൻ തെറ്റായ സ്ഥലത്തേക്കാണ് വന്നത്. I thought I will walk away from here. ഞാൻ ഇവിടുന്ന് മാറിപ്പോക്കുകയാണ്. But the presence was so intense that I was afraid to walk out. എന്നാൽ അവിടെ നിറഞ്ഞിരുന്ന ആ സാന്നിധ്യം എന്നെയും പിടിച്ചു. എനിക്ക് അവിടെ എഴുന്നേറ്റ് പോകാൻ പ്രയാസം തോന്നി. You know, when I used to go to temples, my father used to exhort me like this. ഞാൻ അമ്പലത്തിലേക്ക് പോകുമ്പോൾ എന്റെ പിതാവ് ഇങ്ങനെ എപ്പോഴും എന്നെ ഉപദേശിക്കുമായിരുന്നു. In front of God's behavior yourself. എപ്പോഴും പറയാറുണ്ട്, കുഞ്ഞെ ദൈവങ്ങളുടെ മുന്നിൽ ചെല്ലുമ്പോൾ നീ നന്നായി പെരുമാറണം. If you don't behave yourself, night God will come and pluck your eyes out. നീ അവിടെ നിന്നുകൊണ്ട് കുസൃതി കാണിച്ച് രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ ഈ ദൈവം വന്ന് നിന്റെ കണ്ണ് വീണോട്ട് പോകുന്ന പറയാൻ കളഞ്ഞുകൊണ്ട് പോകുന്ന പറയാൻ. And you see some gods, they are well equipped not only to pluck your eyes out, but to pluck your brains also out if they have a chance. എന്നാൽ ആ ദൈവങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ആയുധങ്ങൾ നോക്കിയാൽ കണ്ണ് ചുവന്നെടുക്കാൻ മാത്രമോ തലച്ചോറുകൊണ്ടുവരാനുള്ള പറ്റിയ കാര്യങ്ങൾ അവരുടെ കൈയുണ്ട്. I was really afraid to walk out also. അതുകൊണ്ട് അന്ന് പേടിച്ചാണ് ദൈവങ്ങളുടെ മുമ്പിൽ ഇരുന്നത്. Which God is around me? എന്നാൽ എങ്ങനെ ദൈവമാണ് ഇപ്പോൾ എന്റെ ചുറ്റും? What is His presence around me? എന്റെ ചുറ്റും വ്യാപരിച്ചിരിക്കുന്ന സാന്നിധ്യം I cannot sit there. അവിടെ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. I cannot walk out. എനിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി When I കഴിയില്ല. thought the best thing is they are going to pray only for 5 minutes. അപ്പോൾ ഞാൻ ഇങ്ങനെ അഭ്യസിച്ചു. ആ കൂടിയ 5 മിനിറ്റ് പ്രാർത്ഥിച്ചതുള്ളായിരിക്കും. And I will also pretend to pray. ആ 5 മിനിറ്റ് ഞാനും പ്രാർത്ഥിക്കുന്ന പോലെ കണ്ടിരുന്നേക്കാം. Whichever God is there, let it be happy. ഏത് ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് So സന്തോഷമായിക്കോട്ടെ. I also closed my eyes, bowed down my head and pretended to pray. ഞാൻ എന്റെ കണ്ണടച്ചു, തല കുതിച്ചു. അവരൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ ഞാനും പ്രാർത്ഥിക്കാമെന്ന് നടിച്ചു. On and off I was looking at my watch. അതിനാൽ അതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടെ കണ്ണുകൊണ്ട് വായിക്കാൻ നോക്കും. 5 minutes, 6 minutes, 7 minutes, 10 minutes passed. 5 മിനിറ്റ്, 6 മിനിറ്റ്, 10 മിനിറ്റ് കഴിഞ്ഞു. These people did not stop praying. ഈ ആളുകൾ പ്രാർത്ഥന നിർത്തുന്നില്ല. Then I thought, let me finish this thing. അപ്പോൾ ഞാൻ ചിന്തിച്ച് പ്രാർത്ഥന ചെയ്യുന്നവരെ അറിയിക്കാം. No, let me finish. I will walk away, I said. ഞാൻ വിചാരിച്ചു ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ ഇങ്ങോട്ട് I പോവുകയാണ്. wanted to have a last look at these people. അവസാനം കണ്ടുകൊണ്ട് ഒന്നുകൂടെ ഞാൻ നോക്കാം. I looked at the people's face once again. ഞാൻ ആളുകളുടെ മുഖത്തേക്ക് നോക്കി. They were all closing their eyes and praising God. അവരെല്ലാവരും കണ്ണടച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് But this time when I looked at their face, എന്നാൽ ഞാൻ അവരുടെ മുഖത്ത് നോക്കിയപ്പോൾ same old faces which I saw, but with a difference, there was a radiance in their face. ആ സാധാരണക്കാരെ ആളുകളുടെ മുഖത്ത് അവരുടെ മുഖത്തിന്റെ ആനന്ദത്തിന്റെ വ്യത്യാസങ്ങളിൽ അവരുടെ മുഖത്ത് വലിയൊരു ദൈവ തേജസ്സുള്ളതായിരിക്കുന്നു. Lot of questions came to my heart. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ. Which God is there in their midst? ഏതാണ് നിങ്ങളുടെ ദൈവം? Which God has come in and response to their prayer? എങ്ങനെയുള്ള ദൈവമാണ് പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് അതിന്റെ സാന്നിധ്യത്തോടെ Which പരിപാടിക്കുന്നത്? God is making these poor people happy? എങ്ങനെയുള്ള ദൈവമാണ് ഈ സാധാരണക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങുന്നത്? And I was sitting with question after question in my mind. എന്റെ മനസ്സിലൂടെ ചോദ്യങ്ങൾ നിലവാരം പോലെ പോകുമ്പോൾ Suddenly like a thunderbolt, a voice struck my heart. പെട്ടെന്ന് ഒരു ഇടിമുഴക്കം പോലെ നിശബ്ദമായ മുന്നിലേക്ക് വന്നു. My son, you thought you were better than these people. ആ ദൈവത്തിനെ പറഞ്ഞു, മകനെ നീ ഇവരെക്കാളും നല്ലവനാണെന്ന് ചിന്തിച്ചില്ലേ? Oh, that made me very nervous then. പെട്ടെന്ന് എനിക്ക് വളരെ ഭയം തോന്നി. Who was talking? ആരാണ് സംസാരിക്കുന്നത്? Only a few minutes ago I had the same thought in my mind. ചില നിമിഷങ്ങൾക്ക് മുമ്പാണ് അതേ ചോദ്യം മനസ്സിൽ. I did not speak it out, I thought it in my heart. ഞാൻ എന്റെ മനസ്സിൽ ചിന്തിക്കുന്നതുകൊണ്ട് ആരും പറഞ്ഞില്ല. But God was bringing out the thought in the open. പക്ഷേ എന്റെ മനസ്സിൽ കടന്നു പോയ ചിന്ത ദൈവം പുറത്തുകൊണ്ടു. You may be better than them in many ways, but in front of their peace and happiness you are confused. ആരും എന്നോട് പറഞ്ഞു, ഇവരെക്കാൾ പല രീതിയിൽ നല്ലവനായിരിക്കാം, ഒരു നന്മയായിരിക്കാം, എന്നാൽ ഇവരിൽ സന്തോഷവും സമാധാനവും നിലക്കുണ്ടോ? The more the Lord sounded, the more I felt nervous. കൂടുതൽ കൂടുതൽ ശബ്ദത്തിന്റെ ഉള്ളിൽ വളരെ തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ ഭയം കൂടി. And I have never experienced anything like that. അതിനുള്ള അനുഭവം ഒരിക്കലും This ഉണ്ടായിട്ടില്ല. God is speaking to me, I do not know. ഏത് ദൈവമാണ് ഇവർ സംസാരിക്കുന്നത് എനിക്ക് But അറിയില്ല. suddenly God spoke once more, and that changed my life altogether. ഒരു പ്രാവശ്യം അധികം സംസാരിച്ചു, അതെന്നെ നന്നായിട്ട് These people are happy because they are my people. ആ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവരിന്ന് സന്തോഷിക്കുന്ന രഹസ്യമുള്ളത് ചോദിച്ചാൽ അവർ എന്റെ ജനമാണ് എന്നുള്ളതുകൊണ്ടാണ്. And I heard the last voice, it looked as if everything, every care of my heart melted away. ആ ശബ്ദത്തിന്റെ മുന്നിലേക്ക് വീണപ്പോൾ എന്റെ ഉള്ളിലുള്ള ഭയമെല്ലാം അടിഞ്ഞു മാറുമ്പോൾ എനിക്ക് തോന്നി. Suddenly a peace came upon my heart. ഒരു സമാധാനത്തിന്റെ വീട്ടിൽ നിറഞ്ഞു. I did not want to go away. അവിടെ പോകാൻ എനിക്ക് തോന്നിയില്ല. I know there is a God there. കാരണം ദൈവം ഇവിടെ ഉണ്ട്. There is a living God there. യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവം. There is a God who loves His people. തന്റെ ജനത്തെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്. There is a God who knows the inner thoughts of my heart. എന്റെ ഉള്ളിൽ കടന്നു പോകുന്ന ചിന്തകളെ പോലെ വേദിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. I only prayed like this. ഞാൻ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു, God, if you are the God who gives so much happiness to these poor people, ദൈവമേ ഈ സാധാരണക്കാരെ ആളുകൾക്ക് മാത്രം സന്തോഷം പകർന്നു കൊടുത്ത ദൈവം നീയാണെങ്കിൽ and if you give the same peace and happiness to me, അതേ സന്തോഷവും സമാധാനവും എനിക്ക്
be your disciple. ഞാൻ നിന്റെ ശിഷ്യനാകാം. I was sitting there on the stool for more than an hour. ഞാൻ ഒരു മണിക്കൂർ സമയം I did not know who prayed, what all material was taught. ആ ഒരു മണിക്കൂറിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. I did not hear any sermon on that night actually. അവിടെ ഒരു പുസ്തകത്തിൽ എനിക്ക് I was only reflecting back on my past life. കാരണം എന്റെ പഴയ ജീവിതം എന്റെ കണ്ണിന് മുമ്പാകെ കണ്ടിരിക്കുകയാണ്. Oh, how many gods I have worshipped. എത്രയോ ദൈവങ്ങളെ And fears and father gods I have worshipped. പ്രീതിപ്പെടുന്ന ദൈവങ്ങളെ, സമാധാനക്കാരായ ദൈവങ്ങളെ, ദൈവങ്ങളെ, ദൈവങ്ങളെ എല്ലാവരെയും Sitting, standing, lying, knocking my head, showing all acrobatics I have worshipped before this God. But nothing has happened in my life like that. Here I am in search of a God. But I know there is a living God. Everything was over after 9 o'clock. People are just dispersing away. Some people smiled at me, asked my name and walked away. And I looked around, I saw that all the chairs were full. I did not know when all these people came. But I knew one thing. I was sitting in the presence of God. When most of the people have gone away, the pastor of the church was leading the meeting came to me. He just asked me where I am studying, which house I am coming from. I said, sir, I want to speak to you something. He took me to a side where I narrated my experience. There were 2 or 3 more believers there. They all shared their experience with me. They all said, we are praying to Jesus Christ. How Jesus Christ changed their life. I knew one thing. That night Jesus Christ was talking to me. I went as a spectator to that meeting. I came back receiving Jesus Christ. This happened in 1966. It was after this I got all my medical degrees. I started my Christian life in that 0 level. Initially my father did not take very much notice when I was going to these churches on Sunday morning. I told my father I cannot come to the temples because I have a lot to study, and he accepted that also. But after some time my father knew that I was getting more and more involved in the Christian activities. One day he asked me, what are you doing like? Why are you doing like this? And I told my experience. He was not prepared to accept. He stopped talking to me. Unless you stop this habit, I will not speak to you, sir. 3 years in the same house we lived. My father did not talk to me. Whenever he sees me, he will turn his face away and go. I did not face too much persecution. But my father not talking to me was a painful thing to me. Meanwhile, my sister and my mother also used to listen to the pastor when he comes home. They also accepted Jesus Christ. It was at that time my father decided to get my sister married. She was married to a doctor in a Hindu fashion. 10 days after their marriage, I came to know one thing, that my brother-in-law was a secret Christian. Within 1 month they both were baptized. That was a great shock to my father. Within months my mother also was baptized. And that is how God started working in my family. With relation to my sister's marriage, my father began to talk to me again.
പെങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് എന്റെ പിതാവ് പിന്നെ ഇവനോട് സംസാരിക്കാൻ Because ആരംഭിച്ചത്. all these 3 years he noticed a great change in my life. കാരണം എന്റെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ താൻ ദർശിക്കുന്നുണ്ടായിരുന്നു. A change for the better. ഞാൻ കൂടുതൽ കൂടുതൽ നല്ലവനായിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് So കാണുമായിരുന്നു. even though he did not accept Christ, he accepted my way of life. എന്നാൽ യേശുവിനെ കൊണ്ട് താൻ അംഗീകരിച്ചില്ലെങ്കിലും എന്റെ ജീവിത രീതിയെ താൻ അംഗീകരിച്ചു. So many times people came and complained to my father that I am preaching in the open air. പലപ്പോഴും ആളുകൾ വന്ന് ഇങ്ങനെ എന്റെ പിതാവിനോട് കുറ്റം പറയുവാനും നിങ്ങളുടെ മകൻ ചന്തയിൽ പ്രസംഗിക്കുന്നുവെന്ന്. And I heard my father asking them, did he do any harm to you? അപ്പോൾ എന്റെ പിതാവ് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവൻ നിങ്ങൾക്ക് ദോഷം ചെയ്തോ? So that is how my God was giving grace in the eyes of my father. കാരണം എന്റെ പിതാവിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കാറും ഞാൻ വിശ്വസിക്കുന്നു. Till today he is not converted. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്നുവരെയും താനൊരു He ക്രിസ്ത്യാനിയായിട്ട് says he prays to Jesus, but I am not sure he is converted. താൻ രഹസ്യമായിട്ട് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാറുണ്ടെന്ന് താൻ അവകാശപ്പെടുന്നു, എന്നാൽ താൻ യേശുവിനെ അനുഗമിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But I hope one day he will do that. ഒരിക്കൽ തന്നെ ചെയ്യുമെന്ന് I got my degrees after this experience. ഈ അനുഭവത്തിന് ശേഷമാണ് ഞാൻ എന്റെ ഡിഗ്രി എടുത്തത്. I decided to serve my Lord all throughout my life. എന്റെ ജീവിതകാലം മുഴുവൻ യേശുവിനെ സേവിക്കും ഞാൻ തീരുമാനിച്ചു. After finishing my postgraduate studies, I devoted all weekends for gospel ministry. എന്റെ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആഗ്രഹത്തിന് ശേഷമായിട്ട് ഒഴിവ് സമയങ്ങൾ മുഴുവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു. I had to come to Trivandrum in 1977 for joining Sri Chitra Medical Center as a cardiology lecturer. 1977 തിരുവനന്തപുരത്തുള്ള ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിൽ ഒരു ഹൃദ്രോഗത്തിന്റെ വിഭാഗത്തിൽ ഒരു ലെക്ചറായിട്ട് ഞാൻ ഇവിടെ കടന്നു. That is how I came to Kerala. അങ്ങനെയാണ് ഞാൻ കേരളത്തിൽ വരുവാനിടയായത്. But then when I knew that in the central government job I cannot keep to my commitment, I resigned that job. എന്നാൽ അവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗവൺമെന്റ് ജോലി നിന്നുകൊണ്ട് എന്റെ സുവിശേഷ വേല തുടരാൻ ഒക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ജോലി I രാജിവെച്ചു. joined a mission hospital in Kollam. അതിനുശേഷം ഞാൻ കൊല്ലത്തുള്ള ഒരു മിഷൻ ഹോസ്പിറ്റലിലേക്ക് On പോയി. one condition, ഒരു കണ്ടീഷൻ ഞാൻ അവിടെ I work only 5 days in a week. ഞാൻ ഒരാഴ്ചയിൽ 5 ദിവസമേ ജോലി ചെയ്യുള്ളൂ. The director was very surprised. അത് കേട്ടപ്പോൾ അവിടുത്തെ മെഡിക്കൽ ഡയറക്ടർക്ക് വളരെ അത്ഭുതം തോന്നി. Then he said, who will look after your patients for the 2 days? അടുത്ത അത് കഴിഞ്ഞുള്ള 2 ദിവസം ആരാണ് നിങ്ങളുടെ രോഗികളെ നോക്കുക? I said, that's not my concern. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ വിഷയമല്ല. If you are interested to appoint me on this condition, appoint me. ഈ ഒരു വ്യവസ്ഥയിൽ നിങ്ങൾ എടുക്കുന്നെങ്കിൽ എടുത്തുകൊള്ളുക. And even though they were very suspicious of me because they were in desperate need of a doctor, they appointed me. അവർക്ക് വലിയ താല്പര്യം ഉണ്ടായെന്ന് പറയാൻ ഒക്കത്തില്ല. അവർക്ക് സംശയങ്ങൾ തോന്നിക്കാണാൻ, എന്നാലും അന്ന് അവർക്ക് അത്യാവശ്യമായ ഒരു ഡോക്ടർ വേണമായിരുന്നു, കൊണ്ട് തന്നെ എടുത്തു. This was in 1978. അത് 1978 In 1989, when I resigned the job from Kollam, 1989 ഞാൻ കൊല്ലത്തെ ജോലി രാജിവെച്ചപ്പോൾ the same director was there. അന്നത്തെ മെഡിക്കൽ ഡയറക്ടർ ഇവിടെ ഉണ്ടായിരുന്നു. You know what he told me? എന്താണ് എന്നോട് പറഞ്ഞത് അറിയാമോ? You work only 1 day in my hospital. നിങ്ങൾ വാസ്തവം പറഞ്ഞാൽ ഒരു ദിവസമേ ഞങ്ങളുടെ വാസ്തവത്തിൽ ജോലി I ചെയ്യുന്നുള്ളൂ. will give you the full pay, he said. ഇത് തുടർന്ന് അവിടെ പോകാതിരിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു, നീ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്ന് ജോലി ചെയ്യാൻ സമ്മതിക്കാമെങ്കിൽ മുഴുവൻ ശമ്പളം It തരാം. was not because of any of my capabilities. എന്റെ കഴിവിന്റെ കൂടുതലൊന്നുമല്ല. When I gave my time to God, എന്റെ സമയം ഞാൻ ദൈവത്തിന് കൊടുത്തപ്പോൾ God blessed the time. ദൈവം ആ സമയത്തെ അനുഗ്രഹിച്ചു. God blessed the hospital. ദൈവം ആ ആശുപത്രിയും They അനുഗ്രഹിച്ചു. knew that even if I work 1 day, it will be a blessing to their hospital. അവർക്ക് മനസ്സിലായി, ഞാൻ ഒരു ദിവസം ജോലി ചെയ്താൽ മതി, ദൈവം ആശുപത്രി That's how അനുഗ്രഹിക്കുന്നു. God blessed me there. അങ്ങനെയാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചത്. In all these 12 years, the hospital improved. കഴിഞ്ഞ 12 വർഷക്കാലം കൊണ്ട് ആ ആശുപത്രി വളരെ വളരുവാൻ തക്കവണ്ണയായി. In the initial days of my ministry, I was not intending to become a preacher. എന്റെ സുവിശേഷങ്ങളുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ഒരു സുവിശേഷ പ്രസംഗിയായി തീരണമെന്ന് എനിക്ക് I താല്പര്യമായിരുന്നു. wanted to become involved in a mission. ഏതെങ്കിലും ഒരു മിഷൻ പ്രവർത്തനത്തിൽ പങ്കുചേരണമെന്നായിരുന്നു താല്പര്യം. When I was a member of the Koilan Assemblies of God Church, എന്നാൽ കൊല്ലത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ അംഗമായിരിക്കുമ്പോൾ the pastor who was there, the late pastor P.D. Thomas, only made me a preacher. അവിടെ അന്ന് ഭാഷയായിരുന്ന ഭാഷ പി.ഡി. തോമസ് ആണ് എന്നെ സുവിശേഷ പ്രസംഗിയാക്കി He രൂപാന്തരപ്പെടുത്തിയത്. encouraged me to preach. അതാണ് എന്നെ പ്രസംഗിക്കാൻ He ഉത്സാഹിപ്പിച്ചത്. used to take me to open air meetings. അതാണ് എന്നെ കൊണ്ട് പരസ്യയോഗത്തിന് പോകുമായിരുന്നു. I think I have stopped from all the corners of Koilan and its suburbs during the first 2 years of my stay. എന്റെ ആദ്യത്തെ 2 വർഷം കൊല്ലത്ത് താമസിച്ച 2 വർഷത്തിനുള്ളിൽ കൊല്ലത്തെ സകല മൂലയിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ I ചിന്തിക്കുന്നു. was getting more and more involved in the ministry. കാരണം കൂടുതൽ ഞാൻ സുവിശേഷ വേലയിൽ വ്യാപൃതനായി. In 1974, I was married, 1974 ഞാൻ വിവാഹിതനായി. and my wife could not tolerate some of my too much Christian activities. എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൂടുതൽ സമയങ്ങൾ ചെലവിടുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല. She was also a convert girl. താനും ഹിന്ദുമതത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത She വ്യക്തിയായിരുന്നു. was a very good housewife, താൻ വളരെ നല്ലൊരു ഭാര്യയായിരുന്നു. but she was mentally without a being. എന്നാൽ മാനസികമായിട്ട് അത്ര ബലമുള്ളവളായിരുന്നു പറയാൻ കഴിയില്ല. When I used to go long trips, ഞാൻ വളരെ ദൂരെ പോയി സുവിശേഷ പ്രവർത്തനത്തിന് പോകുമ്പോൾ she used to feel very lonely. തനിക്ക് ഒരു ഏകാന്തത ബോധം എന്റെ ഭാര്യ She ഭരിക്കുമായിരുന്നു. used to take some sort of tablets sometimes. അതിന് ഫലമായിട്ടാണ് അതിനുവേണ്ടി ഗുളികകളൊക്കെ കഴിക്കുന്നത്. Sometimes she used to take excessive also.
ചിലപ്പോൾ ആവശ്യത്തിൽ അധികം ഗുളികകൾ കഴിക്കുമായിരുന്നു. 1984, an incident like that happened. 1984 അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. He was taken to the hospital. അങ്ങനെ അധികമായിട്ട് ഗുളികകൾ കഴിച്ചതിന് ഫലമായിട്ട് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. With the treatment, she could not recover. She died. എന്നാൽ അവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചെങ്കിലും തനിക്ക് ബോധം മടക്കി കിട്ടിയില്ല, തന്നോട് മരിച്ചുപോയി. I became a question mark in the minds of all the people there. അവിടെയുള്ള ആളുകളെല്ലാം മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായി തീർന്നു. I know one thing. ഒരു കാര്യം എനിക്കറിയാം. In my days of beginning of my ministry, എന്റെ സുവിശേഷ വേലയുടെ ആരംഭ ദിവസങ്ങളിൽ Satan tried to pull me back. സാത്താൻ എന്നെ പുറകോട്ട് വലിക്കാൻ വളരെ ശ്രമിച്ചതാണ്. He showed me all the lures of the world. ഈ ലോകത്തിന് കാഴ്ചവെക്കാനുള്ള ലോകത്ത് ധാരാളമൊക്കെ ഈ സാത്താൻ എന്നെ I കാണിച്ചതാണ്. did not fall into his trap. എന്നാൽ അതിലൊന്നും ഞാൻ വീണില്ല. You know, one of the main problems of the servants of God is greed after money. ദൈവത്തിന്റെ വേലക്കാരെ ബാധിക്കാവുന്ന വലിയൊരു വിഷയം, വലിയൊരു ഒരു ടെംപ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ പണത്തോടുള്ള വലിയ ആർത്തിയാണ്. But I could not be fallen in his trap. എന്നാൽ സാത്താന് ആ കുരുക്കിൽ എന്നെ വീഴിക്കാൻ കഴിയില്ല. After 12 years working in the hospital, 12 വർഷക്കാലം ഞാൻ I was working as a consultant. ഞാൻ അതുകൂടാതെ ഒരു കൺസൾട്ടന്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. And when I left Koilo, ഞാൻ കൊല്ലത്തുനിന്ന് പോകുമ്പോൾ I had no property there. എനിക്ക് കൊല്ലത്ത് സ്വന്തമായിട്ട് Not even one cent of land. ഒരു സെന്റ് വസ്തു പോലും ഇല്ലായിരുന്നു. Why I was telling that? Because God was so gracious to me that He prevented me from falling into the trap. എന്തുകൊണ്ടാണ് ഈ പറയുന്നത് അറിയാമോ? ദൈവത്തിന്റെ കൃപ എന്നിവ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പണത്തിന്റെ ആർത്തി എന്നുള്ള ആ കുരുക്കിൽ ഞാൻ വീണില്ല. So probably Satan was trying to hold me in another way. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു സാത്താൻ മറ്റു രീതിയിൽ തകർക്കാൻ In ശ്രമിക്കുകയാണ്. 1981, the whole foundations of my Christian life was shaking. 1981 എന്റെ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം മുഴുവൻ കുലുങ്ങിയായിരുന്നു. I went to the Lord. ഞാൻ കർത്താവിലേക്ക് ചെന്നു. Lord, why this happened to me? കർത്താവിനോട് ചോദിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു? What should I do next? ഞാൻ എന്താ ചെയ്യണം? And I was almost in tears. ഞാൻ കരയുകയായിരുന്നു. It was like passing through a fiery trial. കാരണം വലിയൊരു അഗ്നിശോധനയോടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നി. But the grace of God was with me. എന്നാൽ ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. Experiences I had in those days ആ നാളുകളുടെ എന്റെ അനുഭവങ്ങൾ are so deep that I cannot explain to you once again. എനിക്ക് വാക്കുകൾ കൊണ്ട് ഇതുപോലുള്ള ജനങ്ങൾ പറഞ്ഞു അറിയിക്കാൻ But I സാധ്യമല്ല. know one thing. God was in control. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, അന്നേരവും ദൈവമാണ് ചുക്കാൻ പിടിച്ചിരുന്നത്. God said, go ahead, I will be with you. കർത്താവിനോട് പറഞ്ഞു, മുമ്പോട്ട് പോകുക, ഞാൻ നിന്നോട് കൂടെ Go ഉണ്ട്. ahead, I will be with you, he said. മുമ്പോട്ട് പോകുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. In 1981 September, my wife died. 1981 സെപ്റ്റംബറിലാണ് എന്റെ ഭാര്യ മരിച്ചത്. That was 15 days after that I joined my hospital. 15 ദിവസത്തിന് ശേഷം ഞാൻ ആശുപത്രിയിൽ മടങ്ങി വന്നു. 15 days, about 3 weeks later, I started attending my meetings once again. 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഞാൻ പോയി പ്രസംഗം ആരംഭിച്ചു. I lived in the same town. അതേ പട്ടണത്തിലാണ് ഞാൻ പിന്നെയും പാർത്തത്. More than about 8 years I lived in the same town. എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം പിന്നെ 8 വർഷക്കാലം കൂടെ ഞാൻ അവിടെ പാർത്തു. God blessed me in more than one way. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം ഒന്നിലധികം രീതിയിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു. So it was one of the bitterest experiences I passed through. എന്റെ ജോലി ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും കൈപ്പേറിയ അനുഭവമായിരുന്നെങ്കിലും I knew God was molding me. എനിക്കറിയാമായിരുന്നു ദൈവവും എന്നെ വാർത്തെടുക്കുകയാണെന്ന്. God was teaching me so many things. ദൈവം എന്നെ അനേക കാര്യങ്ങൾ So പഠിപ്പിക്കുകയായിരുന്നു. many times in God's servants' life, they look back and see whatever things which appeared as catastrophic events have been turned into blessings. ഒരു ദൈവത്തിന്റെ ദാസന് പുറകോട്ട് ജീവിതത്തിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അറിയാൻ തന്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചിട്ടുള്ള ദോഷകരമായ സകല സംഭവങ്ങളുടെയും മധ്യത്തിൽ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു എന്ന് പിന്നീട് കാണുവാൻ കഴിയും. Because God allowed me to pass through a fiery trial. കാരണം ദൈവമാണ് അഗ്നിശോധനയോടെ കടന്നു പോകാൻ എന്നെ അനുവദിച്ചത്. He molded me in such a way that in future, even if Satan brings the worst possible tragedy, I will not be cowed down by his attack. കർത്താവിനെ അങ്ങനെ അഗ്നിശോധനപ്പെട്ട് വാർത്തെടുക്കുന്ന ഉദ്ദേശം ചോദിച്ചാൽ, ഇനി ശത്രുവാൻ എത്ര ശക്തമായ ആയുധങ്ങൾ എന്റെ നേരെ പ്രയോഗിച്ചാലും ഞാൻ തകർന്നു പോകുകയില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു. And in 1989, I resigned my job in Koilon because of God's directive, and I started working in a tribal hospital. 1981 ഞാൻ എന്റെ ദൈവത്തിന്റെ ആലോചന പ്രകാരം എന്റെ ജോലി രാജിവെച്ചിട്ട് ട്രൈബൽ മിഷന്റെ പ്രവർത്തനം ആരംഭിച്ചു. I surrendered my life to the Lord Jesus Christ. എന്റെ ജീവിതം ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. I know I have no talents of my own. എന്റെ സ്വന്തമായ കഴിവുകളൊന്നുമില്ലാതെ എനിക്കറിയാം. In all these years, ഈ വർഷങ്ങളിലെല്ലാം while I am doing my medical practice, ഞാൻ എന്റെ വൈദ്യവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ so many people come and get treatment from me and go. അല്ലേ ആളുകൾ വന്ന് എന്റെ അടുക്കൽ വന്ന് രോഗത്തിനുള്ള മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. But I know I may not see all of them in heaven. അവരെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കാണാൻ ഞാൻ അവകാശപ്പെടുന്നില്ല. There is one thing that is satisfying me. എന്നാൽ ഒരു കാര്യം എനിക്ക് സന്തോഷം തരുന്നുണ്ട്. A handful of people that I could lead to Christ. അവരിൽ ചിലരെയെങ്കിലും കർത്താവിലേക്ക് നയിക്കുവാൻ എന്നെ കൊണ്ട് കഴിയും. That is my reward in heaven. അതാണ് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് ലഭിക്കുന്ന Privilege that God has given to me. അതാണ് ദൈവം എനിക്കെന്ന വലിയ പദവി. If I am speaking here tonight before you, ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നുവെങ്കിൽ with that request, ആ ഒരു അഭ്യർത്ഥനയോടെ മാത്രമാണ്. Lord, by my speaking, will you touch the lives of some people tonight? കർത്താവേ, ഇന്ന് രാത്രികാലം നിന്റെ വചനമായി ഞാൻ
ആയിരിക്കുന്നതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തെയെങ്കിലും നീ റസിക്കണമേ. In all these years it has always happened. ഞാൻ പറയട്ടെ, ഇത്രയും വർഷക്കാലം പ്രസംഗിച്ചിട്ടുള്ളപ്പോഴെല്ലാം സംഭവിക്കുന്നത് Every night I used to remember the incident that happened in my life. എല്ലാ രാത്രിയും പ്രസംഗിക്കാൻ കേൾക്കുമ്പോൾ ഞാനിങ്ങനെയാണ് കർത്താവിലേക്ക് വന്നതെന്ന് ഞാനിപ്പോഴും ഓർക്കും. The Lord who spoke to me will speak to you tonight. എന്നോട് സംസാരിച്ച ദൈവത്തിന് ഇന്ന് രാത്രിക്കാലം നിങ്ങളോട് സംസാരിക്കാൻ Shall we കഴിയും. bow down our head and pray? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ നിന്നെ പിന്തള്ളുവാൻ ലോകമോഹം കടന്നു വന്നിടരുതേ. ദൈവസ്നേഹത്തിൽ നിന്നെ പിന്തള്ളുവാൻ ലോകമോഹം കടന്നു വന്നിടരുതേ. ലോകത്തെ മുറ്റും ജയിച്ചവനെ ജയമെന്നും നീ നൽകണമേ. ലോകത്തെ മുറ്റും ജയിച്ചവനെ ജയമെന്നും നീ നൽകണമേ. അർപ്പണം ചെയ്യുന്നു സമ്പൂർണമായി എന്ന് അല്പം ഞാൻ നാദാനിൻ കൃപാദത്തിൽ. അർപ്പണം ചെയ്യുന്നു സമ്പൂർണമായി എന്ന് അല്പം ഞാൻ നാദാനിൻ കൃപാദത്തിൽ. കുറ്റങ്ങൾ എല്ലാം ക്ഷമിച്ചിടണം, എന്നെ മുറ്റും നീ സംശുദ്ധനാക്കിടണം. ഊനങ്ങളെ താതെ ജീവിക്കുവാൻ ആത്മദാനം പകർന്നിടണം. ഊനങ്ങളെ താതെ ജീവിക്കുവാൻ ആത്മദാനം പകർന്നിടണം. അർപ്പണം ചെയ്യുന്നു സമ്പൂർണമായി അല്പം ഞാൻ നാദാനിൻ കൃപാദത്തിൽ. Heavenly Father, we thank you for this wonderful night. We thank you because we are going to meditate your word. Lord, we know your presence in our midst. As you are going to open our hearts tonight, instill into our hearts the great confidence that only you can give. Instill into our the great peace which only you can give. Lord, as I stand before you, before these people with your word, Lord, cover me up with your glory, so that you will speak, Lord, to your people. We give all honor to you in Jesus Christ's precious name. Amen. Shall we open the book of Matthew's Gospel, chapter 5, read verse 4. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം. മത്തായി 4. Blessed are they that mourn, for they shall be comforted. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. In 1989, there was a tragic incident in Kerala. 1989 കൊല്ലത്തെ വലിയൊരു അനിഷ്ട സംഭവം നടന്നു. One of our fellow believers in Kollon Assemblies of God Church got married. 1989 കൊല്ലത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ ഒരു സഹോദരൻ വിവാഹിതനായി. That girl was from a very nice family in Houston. ഹ്യൂസ്റ്റണിലുള്ള നല്ല ഒരു കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നു. Boy also was a very sincere believer. ആ ചെറുപ്പക്കാരന് ആത്മാർത്ഥതയോട് ദൈവത്തെ സേവിക്കുന്ന ഒരു നല്ല വിശ്വാസിയായിരുന്നു. Also happy about the marriage. ഞങ്ങൾ എല്ലാവരും ഒരേ കുടുംബത്തോട് സന്തോഷം തോന്നി. And 14 days after marriage, 14 ദിവസത്തിന് ശേഷം they met with a tragic accident and both died. അവർക്ക് വലിയ അപകടം സംഭവിച്ച അത്യാഹിതത്തിൽ രണ്ടുപേരും മരിച്ചുപോയി. It was during the honeymoon period. അവരുടെ ഹണിമൂണിന്റെ സമയമായിരുന്നു. That day I was just finishing my duties in the hospital. My wife rang me up and said, come home immediately, there is a big tragedy here. ഞാൻ ജോലിയിൽ വീട്ടിലേക്ക് വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ ഭാര്യ ചിലപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വലിയൊരു സംഭവം നടന്നു, പെട്ടെന്ന് വീട്ടിൽ വരണം. I came home and I heard this news. I could not believe. ഞാൻ വീട്ടിൽ വന്ന സംഭവം കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. I just asked God, where are you? ഞാനിപ്പോൾ പെട്ടെന്ന് അറിയാതെ ജോലി പോയി, ദൈവമേ നീ സമയത്ത് എവിടെയായിരുന്നു? God, where are you? ദൈവമേ നീ എവിടെയായിരുന്നു? I just could not digest that society incident. അത്രമാത്രം സങ്കടമായൊരു സംഭവമായിരുന്നത്. So many times in our life we face such problems. നമ്മുടെ ജീവിതത്തിൽ അനേക സംഭവങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു പോവുകയാണ്. We pass through this earthly journey. We hear, we experience ourselves so many difficulties, and we always ask God, what are you doing that time? നമ്മുടെ ഈ ലോകയാത്രയിൽ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള അനേക സംഭവങ്ങൾ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഈ സന്ദർഭത്തിൽ നീ എവിടെയായിരുന്നു? So many people become atheists, or they say they don't believe in God because such tragedies occur in the world. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനേകരും അതിന് കൊടുക്കുന്ന കാരണം ഇങ്ങനെയുള്ള ദുഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ അനേക സംഭവങ്ങൾ അപ്രതീക്ഷിതമായി മനുഷ്യജീവിതത്തിൽ കടന്നു വരുന്നു എന്നുള്ളതാണ്. Even great philosophers like
Bertrand Russell, Voltaire, and all said, if God is a loving God, how could he allow so much tragedies in this world? പോലെയുള്ള സുപ്രസിദ്ധരായ തത്വവിദ്വാന്മാരോട് ചോദിച്ചിട്ടുണ്ട്, ദൈവം സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ ലോകത്തിൽ അനേക സംഭവങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു? Even today, as a believer, we can see many people asking you the same question. If God is a loving God, if the Bible says God is a love, God is a God of love, God extends His mercy, God hears His prayer, why all these tragedies around us? ഇന്ന് നമുക്ക് വിശ്വാസ ലോകത്തിൽ പോലും ഈ ചോദ്യങ്ങൾ ഉയർന്നത് കേൾക്കുവാൻ കഴിയും. ദൈവം സ്നേഹമാകുന്നുവെങ്കിൽ ലോകത്തിൽ ഇത്രമാത്രം പ്രത്യേകിച്ചും ദൈവജനത്തിന് എന്തുകൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു? So many people say we don't want to believe such a God who allows all these problems. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവത്തെ ഞങ്ങൾ സേവിക്കുന്നില്ല എന്ന് പറയുന്നവരാണ് പലരും. But I want to tell you one thing. എന്നാൽ ഒരു കാര്യം പറയട്ടെ, You know, when Job was suffering, his wife came and told, why are you suffering? Curse God and die. ഈയോബ് തന്റെ കഷ്ടതയോടെ കടന്നു പോകുമ്പോൾ തന്റെ ഭാര്യ കടന്നു വന്നവർ പറഞ്ഞു, നീ എന്തിന് ദൈവത്തിന് വേണ്ടി ഇത്ര കഷ്ടങ്ങൾ സഹിക്കുന്നു? നിനക്ക് ദൈവത്തെ ശപിച്ചു കളഞ്ഞിട്ട് നിനക്ക് മരിച്ചൂടെ? And you know what Job said? You are talking like a foolish woman. അപ്പോൾ ഈയോബ് പറഞ്ഞ എന്താണ്? നീ ഒരു വ്യക്തിയെ പോലെ സംസാരിക്കുന്നു. Means if there is a God, there is no point in cursing Him. കാരണം ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ ശപിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. If there is no God, there is no point in cursing something which does not exist. ആ ദൈവം ഇല്ലെങ്കിൽ പിന്നെ ഇല്ലാത്തതിനെ ശപിച്ചിട്ട് അർത്ഥവുമില്ല. That is what is called a foolish talk. അതുകൊണ്ടാണ് ഈയോബ് പറഞ്ഞത് ഈ വ്യക്തിയെ പോലെ If there is സംസാരിക്കുന്നു. a God, there is no point in cursing Him. ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തെ ശപിക്കുന്നത് If അർത്ഥമില്ല. there is no God, there is no point in cursing which does not exist. ദൈവം ഇല്ലെങ്കിൽ ഇല്ലാത്തതിനെ ശപിക്കുന്നതിൽ അർത്ഥമില്ല. You know, atheists always say, you know, God, if He says God of love, He will not allow this, so there is no God, so don't believe in God. സാധാരണ നിരീശ്വരവാദികളുടെ വ്യാഖ്യാനം എന്ന് ചോദിച്ചാൽ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ അനിഷ്ട സംഭവങ്ങളൊന്നും ലോകത്ത് നടക്കുകയില്ലായിരുന്നു, അതുകൊണ്ട് ദൈവമില്ല എന്നാണ്. So don't believe in God, they say. അതുകൊണ്ട് അവർ പറയും ദൈവത്തിൽ വിശ്വസിക്കണ്ട. But they don't say to whom else should we look for some consolation. എന്നാൽ അവർക്ക് ദൈവത്തിന്റെ സ്ഥാനത്ത് അവരോധിക്കാൻ മറ്റൊന്നിനെ ചൂണ്ടിക്കാണിച്ചു തരുവാനില്ല. They may ask you to turn away from God, they cannot tell you to where you should turn to. ദൈവത്തിൽ നിങ്ങളുടെ മുഖത്തെ തിരിക്കുക എന്ന് പറയും, എന്നാൽ എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്ന് പറയാൻ അവർക്ക് അറിഞ്ഞുകൂടാ. As long as they cannot give a valid answer. ദൈവം അവർക്ക് ഒരു ശരിയായ ഉത്തരം നൽകുവാൻ കഴിയാത്തിടത്തോളം കാലം You know, we need not follow their principles. അവരുടെ തത്വങ്ങളെ നാം അംഗീകരിക്കേണ്ട ആവശ്യമില്ല. If you follow the atheistic ways, you may be turned away from God, but you will not know where else to get the answer. നിരീശ്വരവാദികളുടെ തത്വചിന്തകൾ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ സ്വീകരിക്കുകയാണെങ്കിൽ ദൈവത്തിൽ നമ്മൾ അകന്നു പോകും, എന്നാൽ എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് അറിയാതെ വരും. Let me not elaborate on the point too much now. അതിൽ ഞാൻ അധികമായിട്ട് സ്പെഷ്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. But even in the Christian world, എന്നാൽ ക്രിസ്ത്യൻ ലോകത്തിൽ പോലും even among the believers, there is a lot of confusion. വിശ്വാസികളുടെ പോലും വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. Imagine a man is, or a person is sick. രോഗിയായിരുന്ന വ്യക്തിയെ ചിന്തിക്കുക. One believer comes to meet him. ഒരു വിശ്വാസിയായ വ്യക്തി യോഗത്തിന് വേണ്ടി കടന്നു വരുന്നു. And he says, look here, probably it is your sin that is causing your sickness. Get reconciled to God. ആ വ്യക്തി കടന്നു വന്നിട്ട് ആദ്യം പറയുന്നത് നിന്റെ പാവം ഉണ്ടായിരിക്കും, ഇപ്പോൾ രോഗം പിടിച്ചതുകൊണ്ട് ദൈവത്തിന്റെ പാവത്തെ ഏറ്റു പറയുകയെന്നാണ്. The second person comes. രണ്ടാമത് വേറെ വ്യക്തി കടന്നു വരും. I say, you should not feel sick like that. You should muster enough faith to get healed. ഒരു വ്യക്തിയോട് പറയും, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് രോഗമുണ്ടെന്ന് ഉണ്ടാകേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നിനക്ക് രോഗമുണ്ടെന്ന് നീ അംഗീകരിക്കുക വേണ്ട, നിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ മതി, രോഗം മാറിക്കോളും. This poor fellow does not know how to muster up enough faith to get healed. പക്ഷേ ഈ രോഗിയായി കിടക്കുന്ന ആളിന് എങ്ങനെയാണ് വിശ്വാസങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അറിഞ്ഞുകൂടാ. He does not know how much faith I should get to convince God, you should heal me. Look here, I got this much faith. എത്ര വിശ്വാസത്തിന്റെ അളവ് എത്രയായി കഴിയുമ്പോഴാണ് ദൈവം പ്രസാദിച്ചിട്ട് സൗഖ്യം കൊടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. And the third person comes and tells him, look here, God so loves you that He wants me to be sick in the bed. മൂന്നാമത്തെ വ്യക്തികൾ കടന്നു വന്നിട്ട് പറയും, മകനെ ദൈവ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് നിന്റെ ദേഹത്ത് കാണുന്ന രോഗം, അതുകൊണ്ട് നീ രോഗിയായി അവിടെ കിടന്നു. And this poor fellow said, Lord, I do not know how a man who loves me so much wants to be sick and suffering this pain. അങ്ങനെ ഈ മനുഷ്യൻ ചോദിച്ചു, ദൈവമേ നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുമ്പോൾ എന്തിനാണ് രോഗിയായിട്ട് എന്നെ വിട്ടേക്കുന്നത്? And another person said, look here into the TV, this man got healed, that man got healed, and this fellow got healed, so you also will get healed. നാലാമത് വേറെ വ്യക്തി കൊണ്ട് പറയും, നോക്ക് ആ ടെലിവിഷനിൽ പ്രസംഗിക്കുന്ന ആളിനെ നോക്ക്, ഇന്ന വ്യക്തികളെല്ലാം സൗഖ്യമായി ഇന്ന് സാക്ഷ്യം പറയുന്നില്ല, അതുപോലെ നിനക്ക് സൗഖ്യം കിട്ടും. And he looks into the television all the 24 hours, he doesn't get healed. 24 മണിക്കൂർ മനുഷ്യനെ ടെലിവിഷനിലെ പ്രസംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ രോഗസൗഖ്യം ഉണ്ടാകുന്നില്ല. And he got confusion. അനേകം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നില്ല. The same question, Lord, why you don't heal me? അവസാനം ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ Why സൗഖ്യമാക്കി? are you allowed to suffer? എന്തുകൊണ്ട് ഞാൻ എന്നെ കഷ്ടം സഹിക്കണം? Why you allow this pain? എന്തുകൊണ്ട് ഇത്ര വേദനയിലൂടെ Why my body should suffer like this? എന്തുകൊണ്ട് എന്റെ ശരീരത്തിൽ മാത്രം വേദന ഉണ്ടാകണം? Before I enter into this question, ഈ ചോദ്യത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് I want to
tell you one thing. ഒരു കാര്യം ഞാൻ പറയട്ടെ, Suppose there is no pain in this world. ഈ ലോകത്തിൽ വേദനകളില്ല എന്നിരിക്കട്ടെ. That's not all what we think is it. Suppose there is no pain at all. ലോകത്തിലെ ഒരു വേദനയും ഇല്ല എന്ന് നമുക്ക് ചിന്തിക്കാം. We think it's a wonderful world. ഈ ലോകം അത്ഭുതകരമായ ഒരു ലോകമായിരിക്കും. But you are mistaken, sadly mistaken. എന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ധാരണ തെറ്റാണ്. You know, there is a rare disease in which children are born without their capability to experience pain. ലോകത്തിലെ ഒരു അസുഖമുണ്ട്. ആ അസുഖം തുടർന്ന് ജനിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. ആ അസുഖം ബാധിച്ചവർക്ക് വേദന എന്താണ് എന്ന് അറിഞ്ഞുകൂടാ. This is called the congenital insensitiveness to pain. അതിന് മെഡിക്കൽ സയൻസിൽ കൊടുത്തിരിക്കുന്ന വേദന അനുഭവിക്കാത്ത രോഗം എന്നാണ്. When you attend some of my meetings, you may not get anything spiritually, but you know something medically. You know, this is called congenital insensitiveness to pain. The child does not feel any pain at all. ഈ രോഗത്തിന് കൊടുത്തേക്കുന്ന വേദന അനുഭവിക്കാത്ത രോഗം എന്നാണ്. കാരണം ഈ കുഞ്ഞിന്റെ വേദന എന്താണെന്ന് അറിയാനുള്ള കഴിവ് ഈ കുഞ്ഞിന്റെ ജീവിതത്തിലില്ല. Some of us think, oh, if my body is like that, how nice it will be. അപ്പൊ നമ്മൾ വിചാരിക്കും എന്റെ ദേഹം അങ്ങനെയാണെന്ന് എത്ര നല്ലതാണ്. You know what will happen? By the time the child is able to crawl, it would have burned all his fingers. എന്നാൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ജനിക്കുന്നതിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? വേദന അറിയാനുള്ള കഴിവില്ലാത്ത ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് നടക്കാൻ പ്രായമാകുന്നതിന് മുമ്പേ അതിന് 5 വയറും തീക്കകത്ത് വെന്ന് പോയിരിക്കാം. By the time it is able to hold on some objects, it would have cut its hands. എന്തെങ്കിലും താഴെ പിടിക്കുവാന് ഉള്ള കഴിവാകുമ്പോഴേക്കും ആ തെറ്റായ കാര്യത്തിൽ പിടിച്ചിട്ട് ആ കുഞ്ഞിന്റെ കൈ മുറിഞ്ഞു പോയിരിക്കും. By the time the teeth erupt, the child will bite its own fingers. എന്തെങ്കിലും ആ പല്ലിന് തന്റെ വായിട്ടുണ്ടായി വരുമ്പോഴേക്കും ആ കുഞ്ഞ് സ്വന്തം പല്ല് കടിച്ചു പോറ്റെന്ന് വരാം. You know, the child will never survive even up to 1 year because it cannot experience pain. It gets into all sorts of problems and dies before 1 year. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നറിയാമോ? അവർ ഒരിക്കലും മുളക് വലുതാകുന്നില്ല. കാരണം വേദന അനുഭവിക്കാൻ കഴിവില്ലാത്ത ശരീരമായതുകൊണ്ട് ആ അനേകമായ അപകടങ്ങളിൽ ചെന്ന് ചാടിയിട്ട് അവർ മുളക് മരിച്ചു പോകും. You know, the problem about leprosy is those people also don't feel pain at all. നമുക്കറിയാം കുഷ്ഠരോഗികളുടെ അവസ്ഥ തന്നെയാണ്. അവർക്ക് ശരീരത്തിൽ വേദന അനുഭവിക്കാനുള്ള തിരിച്ചറിയാനുള്ള കഴിവില്ല. You know, when a leper goes to sleep that night, one night, ഒരു കുഷ്ഠരോഗി രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ if a rat bites his fingers, he will not know. രാത്രി ഒരു എലി വന്ന് അവന്റെ വിരലിന്റെ അറ്റം കടിച്ചു മുറിച്ചോണ്ട് പോയാൽ അവൻ അറിയത്തില്ല. He will say, when I went to bed, I had 4.5 fingers, now only 3 3/4. രാവിലെ എനിക്ക് പറയും, ഇന്നലെ രാത്രി ഉറങ്ങാൻ പോയപ്പോഴേക്കും 4.5 വിരൽ ഉണ്ടായിരുന്നു, ഇപ്പൊ വന്ന് 3.75 ഉള്ളല്ലോ. He will not know when the rat bit his fingers off. കാരണം എപ്പോഴാണ് എലി വന്ന് വിരൽ കടിച്ചു മുറിച്ചോണ്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. You know the problem, when you don't have pain, you are promoting your own decay and destruction. അതുകൊണ്ട് വേദന അനുഭവിക്കാത്ത ഒരു സ്ഥലത്തിൽ നമ്മൾ ഇരുന്നാൽ, ഈ ലോകത്തിൽ ഇരുന്നാൽ നാം ഒന്നുകൂടെ വേഗത്തിൽ നമ്മെ തന്നെ You നശിപ്പിക്കുക. know why we are living in this world? എന്തുകൊണ്ടാണ് നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നത്? Because we know the pain, we experience pain. ഇന്ന് നമ്മൾ ജീവനോടിരിക്കുന്നതിന് കാരണം വേദന അനുഭവിക്കുന്ന കഴിവുള്ളതുകൊണ്ടാണ്. When you go and stumble your feet against a stone, the toe gets hurt, immediately you go to a doctor or attend to your toe. ഒരു കല്ലിൽ തട്ടിയ ഉടനെ നമുക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടറിലേക്ക് പോയി അതിന് പ്രതിവിധി നേടുന്നത്. Otherwise it will become septic and you will die also. ആ വേദന ഇല്ലാത്ത അവസ്ഥയായിരുന്നെങ്കിൽ അത് അവിടെ നിന്ന് സെപ്റ്റിക് ആയി പഴുത്ത് നമ്മൾ മരിച്ചു പോകുമായിരുന്നു. Any pain immediately calls attention that there is something wrong and you do something for that. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അല്പം വേദന അനുഭവിച്ചാൽ പെട്ടെന്ന് അത് നമുക്ക് നമ്മളതിനെ കുറിച്ച് ബോധവാന്മാരായി തീരും. നമ്മളതിനെ പ്രതിവിധി You തേടും. know why God created pain? എന്തുകൊണ്ടാണ് ദൈവം വേദനയെ സൃഷ്ടിച്ചതെന്നറിയാം. Because you should live. എങ്കിൽ മാത്രമേ നാം ജീവിക്കാൻ പോകുന്നു. Because you will attend to the body which is in problem. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായി So never think it is God's mistake that He created pain. അതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കാതെ ദൈവത്തിന് തെറ്റുപറ്റിയതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വേദന ഉള്ളതെന്ന്. You know, it is the greatest intelligence when you study about the pain system that works in the human body. The brain is behind that. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വേദന ഉണ്ടാകുന്ന രീതികളെ കുറിച്ച് മെഡിക്കലായിട്ട് പഠിക്കാൻ കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും ഏറ്റവും ഉന്നത ബുദ്ധിയുള്ള ദൈവമാണ് മനുഷ്യനെ The ഉണ്ടാക്കിയത്. main network that God has put in our body exceeds all human understanding. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്തെങ്കിലും വേദന ഉണ്ടായാൽ ഉടൻ അത് തലച്ചോറ് മനസ്സിലാക്കത്തക്കോളം ദൈവമാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അത് ഒരിക്കലും ഒരു മനുഷ്യന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല. For the part which does not need much attention, it needs a lot of pain to use a stimulus. അത് നമുക്കറിയാം. അനേകം വലിയ സ്ട്രെസ് നമ്മൾ കൊടുക്കേണ്ടാത്ത ശരീരഭാഗങ്ങളാണെങ്കിൽ വലിയ വേദന വന്നതിൽ മാത്രമേ നമ്മുടെ തലച്ചോറിനെ കുറിച്ച് ബോധമുള്ളതായിരിക്കും. That's to falls into our hands, we don't mind about that. നമുക്കറിയാം നമ്മുടെ കയ്യിലെ ഒരു പൊടി പടലങ്ങൾ വന്ന് വീണാൽ ഉടനെ തലച്ചോറ് ബോധങ്ങളെ കുറിച്ച് In our eyes immediately calls attention. എന്നാൽ അതേ പൊടി പടലം നമ്മുടെ കണ്ണിനുള്ളിലാണ് വീണെങ്കിൽ ഉടനെ നമുക്ക് തലച്ചോറ് അതിനെ കുറിച്ച് ബോധമുള്ളതായി The brain network is so exhaustive, so wonderful that God's intelligence is scattered upon each and every nerve fiber of the brain. ദൈവം നമ്മുടെ ശരീരത്തിലെ വേദനകൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആക്കി വെച്ചിരിക്കുന്ന
ദൈവത്തിന്റെ ബുദ്ധിജ്ഞാനത്തിന്റെ ദൈവത്തിന്റെ അപ്രമേയ ജ്ഞാനത്തിന്റെ മുഖമുദ്രയാണ് ദൈവം മനുഷ്യനിലാക്കി വെച്ചിരിക്കുന്നതാണ്. Some people say, yes, God created pain to call attention to our disease organ, but why should he hurt? Why can't he put a neon sign at the, at the computer when something goes wrong, a neon sign goes telling something is wrong with you? ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവം ഇതൊക്കെ ചെയ്തു നല്ലതന്നെ, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഇതൊക്കെ ചെയ്തു, അങ്ങനെയുള്ള നമ്മളെന്തിനാ വേദന എന്തിനാ അനുഭവിക്കുന്നത്? അവന് പകരം ദൈവം ഒരു ലൈറ്റ് ബൾബ് കത്തുന്ന പോലെ ഒരു റെഡ് ലൈറ്റ് കത്തിയാൽ പോരായോ എന്ന് ചോദിക്കുന്നവരുണ്ട്. Now, if you don't put your seat belt, immediately your car says, "Fasten your seat belt." നമുക്കറിയാം, നമ്മുടെ കാറ് കയറി നിൽക്കുമ്പോൾ നമ്മൾ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഉടനെ അത് നമുക്ക് വാണിംഗ് തരുമല്ലോ. Likewise, if your appendix is inflamed somewhere, there is a neon sign, appendix, look, appendix. Something like that. അതുപോലെ ഒരു മനുഷ്യന് അപ്പൻഡിക്സിന് അസുഖമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തലച്ചോറുകളിൽ ഒരു ലൈറ്റ് ഇങ്ങനെ കത്തിയാൽ പോലെയോ, അല്ലെങ്കിൽ ഒരു ശബ്ദം ഇങ്ങനെ പറഞ്ഞാൽ പോലെയോ അപ്പൻഡിക്സ് വന്നിരിക്കുന്നു. But you know what you will do? Wait appendix for some time. I have something more to do. You will finish your work before you attend on your appendix. അങ്ങനെ ഒരു സിസ്റ്റമാണ് ദൈവം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മനുഷ്യരായി നാം എന്ത് ചെയ്തേനെ? നമ്മൾ വലിയ ജോലി തിരക്കിന് ഇടയ്ക്കായിരിക്കും തലച്ചോറ് ഇങ്ങനെ ലൈറ്റ് കത്തുന്നത്, അപ്പൻഡിക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ പറയും, ഇവിടെ വലിയ ജോലി നടക്കുമ്പോഴാണ് അപ്പൻഡിക്സ് നോക്കുന്നത്, ജോലി കഴിഞ്ഞിട്ടാണ് അപ്പൻഡിക്സ് നോക്കുന്നത്. By the time your appendix will burst and you will also burst along. നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും അപ്പൻഡിക്സ് എല്ലാം പൊട്ടിപ്പോയിട്ട് അത് പൊട്ടിത്തെറിച്ച് നമ്മൾ ജീവനം The pain not only should attract your attention, it must hurt you also to get your attention. അതുകൊണ്ടാണ് ദൈവം തീരുമാനിച്ചത്, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയ്ക്കുള്ള കാരണങ്ങൾ ഉണ്ടായി നമ്മളെ തലച്ചോറിനെ കുറിച്ച് ബോധവരായ മാത്രം പോലെ ശരീരത്തിന്റെ വേദനയും അനുഭവിക്കണം. I wish I talked so much more about this. അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാൻ സമയമുണ്ടാകുന്നില്ല. Pain is not God's mistake at all. ഞാൻ പറഞ്ഞ സാധനം അറിയാമോ? നമ്മളെ ശരീരം അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് ദൈവത്തിന് വെച്ച തെറ്റല്ല. When you put your hand on a hot stove, immediately you retract your fingers. But that is the hand. Even though it has hurt you, it has saved your finger. നമ്മൾ ചൂടുള്ള അടുപ്പിലേക്ക് നമ്മൾ വിരൽ കൊണ്ട് എന്നാൽ പെട്ടെന്ന് നമ്മൾ വിരൽ വലിക്കും. അതിപ്പോൾ വേദനിച്ചേക്കാം, എന്നാൽ നിന്റെ വിരൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. At any time in your life you have said, "Thank God for the pain." എന്നാൽ എപ്പോഴെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വിരലിന്റെ അറ്റം പൊള്ളിയതുകൊണ്ട് ഒരു തോന്നണം. Nobody sings a song for the pain. Nobody acts a statue for the pain. But pain is so important. Because of pain only we live. ആരും ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനയെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുകൾ എഴുതാറില്ല. ആരും അതിനുവേണ്ടി പ്രതിമ ഉണ്ടാക്കി ഒരു തെരിക്കോളിൽ വെച്ചിട്ടില്ല. എന്നാൽ ദൈവം വെച്ച വലിയൊരു സംഗതിയാണത്. But why I tell this is, before you find out the answer to your problems, why God is allowing this, to understand that pain is an essential requisite for a man to live comfortably on the planet, will give the basis for understanding God's reaction. ഞാൻ പറഞ്ഞതിന്റെ തത്വം അറിയാമോ? കർത്താവ് നീ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ വേദന അയക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഈ വേദനയുടെ ലക്ഷ്യമെന്നാണെന്ന് മനസ്സിലാക്കിയാണെങ്കിൽ ദൈവം തരുന്ന ഉത്തരം പ്രാപിക്കുവാൻ അല്ലെങ്കിൽ സ്വീകരിക്കുവാൻ മനസ്സുണ്ടാകും. Pain God created with good intention. കാരണം ദൈവം നല്ല ആഗ്രഹങ്ങളോടുകൂടിയാണ് വേദന ഉണ്ടാക്കിയത്. But everything God created in good intentions has turned into a bitter experience for man. എന്നാൽ ഇന്ന് നമുക്കറിയാമല്ലോ, ദൈവം നല്ല ആഗ്രഹത്തോടുകൂടെ നല്ല മനസ്സോടുകൂടെ സൃഷ്ടിച്ച സകലവും ഇന്ന് അതിന്റെ ലക്ഷ്യം മാറ്റപ്പെട്ടിരിക്കുകയാണ്. Only Bible gives answer why it happened like that. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഒരു വ്യക്തമായ ഉത്തരം നൽകുവാൻ കഴിയുന്ന ഏക ഗ്രന്ഥം ബൈബിളാണ്. God says, "Cursed be the earth for your sake." കർത്താവ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞാണ് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. God has put a name board condemned on the earth. ആ ദൈവം ഇതാ മനുഷ്യവർഗത്തിന് മുമ്പാകെ ഒരു ബോർഡ് തൂക്കിയിട്ടുണ്ട്, ശപിക്കപ്പെട്ടവൻ. It is a planet, it's a good planet, but it is a stained planet. ദൈവം സൃഷ്ടിച്ച നല്ല ഭൂമിയാണ് സൃഷ്ടിച്ചത്, എന്നാൽ ഇന്നത് പാപത്തിന്റെ കടവരുന്ന ഭൂമിയാണ്. That is why you see the paradox when you see and admire all the beautiful and wonderful things God made. You also get perplexed and confused why these problems are difficult. അതുകൊണ്ടാണ് നമ്മൾ ചുറ്റുപാട് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ദൈവം ഉണ്ടാക്കി വെച്ച മനോഹരമായ സൃഷ്ടിയുടെ അംശങ്ങളെ പ്രകൃതിയിൽ നമുക്ക് കാണുവാൻ കഴിയുമെങ്കിലും അതിനൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന ചിന്തമേ ഭരിക്കുന്നത്. God was trying to tell you, look here, anything you put on this earth, it will become a problem. അതുകൊണ്ട് ദൈവം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ എന്ന് നീ എന്തുണ്ടാക്കി വെച്ചാലും അതിനെല്ലാം പിന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. Everything that man creates also results in problems. മനുഷ്യൻ എന്തെല്ലാം ചെയ്താലും അതെല്ലാം പ്രശ്നത്തിലെ കലാശിക്കുകയുള്ളൂ. We had 2 airplanes tragedies yesterday. ഇന്നലെ തന്നെ 2 വിമാനോടങ്ങൾ ഉണ്ടായി. You know how many people would have cursed the Arthur Wright and Wilbur Wright? Why did they create this airplane? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരെ ശപിച്ചു? ഇവർ എന്തിനു വേണ്ടി വേറെ ഉണ്ടാക്കി നടന്നു? Anything that man tries to create for good, there is also a black tag attached to that. ദൈവം അവൻ മനുഷ്യർക്ക് നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ തന്നെ എന്തെല്ലാം ഉണ്ടാക്കിയാലും അത് ക്രമേണ അത് ശാപത്തിന്റെ മുഖാന്തരമായി അല്ലെങ്കിൽ പ്രശ്നത്തിന്റെ മുഖാന്തരമായി പോയി. Anything comes into the planet, gets the black tag also. ഈ ലോകത്തിലേക്ക് ഈ ഭൂഗോളത്തിലേക്ക് വരുന്ന സകലത്തിന്റെയും പിന്നില് ഈ ശാപത്തിന്റെ ആ ഒരു അംശം തൂങ്ങിക്കിടപ്പുണ്ട്. You know, the philosophers may say that the world is the best place to live in. Marx
say we are going to do an utopia in this world, but the Bible only teaches it is a saint planet. God's curse is on this planet. Anything that comes into this world will be mixed with the sorrow and sadness. ഈ ലോകത്തിലെ തത്വജ്ഞന്മാരോട് പറഞ്ഞേക്കാം, ഈ ലോകമാണ് ഈ പ്രപഞ്ചത്തിൽ വെച്ച് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗോളമെന്ന് ആ കമ്മ്യൂണിസത്തിന്റെ അനുഭാവികൾ പറഞ്ഞേക്കാം. ഒരിക്കൽ ഞങ്ങൾ ഈ ലോകത്തില് ഒരു സ്വപ്നലോകം നേടിയെടുക്കുമെന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനം മാത്രമേ പറയുന്നുള്ളൂ, ഇത് ശമിക്കപ്പെട്ട ഭൂമിയാണ്, ഇവിടെ വരുന്ന സകലത്തിനും ശാപത്തിന്റെ അംശമുണ്ട്. Because man tries to question the wisdom of God. കാരണം എന്താ? ദൈവം മനുഷ്യന്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യുന്നു. And God waits to see how far he can go. മനുഷ്യൻ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് എത്രത്തോളം മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് അറിയുവാൻ ദൈവം കാത്തിരിക്കുകയാണ്. Every time man discovers something, he knows he thinks that he is going beyond God, he can question God. എന്തെങ്കിലും അല്പമായ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ അപ്പോൾ അഹങ്കരിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തെ താൻ അതിജയിച്ചു എന്നാണ്. And he brings his own problems to himself. അതിന്റെ ഫലമായിട്ട് എന്താണ്? അവൻ തന്നെ പ്രശ്നങ്ങളെ വലിച്ചു വയ്ക്കുകയാണ്. Most of the problems created in this world are created by man. ഈ ലോകത്തിലെ അനേക പ്രശ്നങ്ങളും മനുഷ്യൻ തന്നെ സ്വയം ഉണ്ടാക്കിയതാണ്. But any problem he starts questioning God. എന്നാൽ എല്ലാ പ്രശ്നവും തുടങ്ങുന്നത് ദൈവത്തെ ചോദ്യം When ചെയ്യുന്നു. a child is born with a defect, birth defect, ഒരു കുഞ്ഞിന് അംഗഭംഗമുള്ളവനായി ജനിച്ചാൽ so many times they ask why God created like this. ആളുകളോട് ചോദിക്കുന്നത് ദൈവം എന്തുകൊണ്ട് ഇവനെ ഇങ്ങനെ സൃഷ്ടിച്ചു? So many people say, look here how God created my child. I am not going to believe this. അനേക മാതാപിതാക്കന്മാർ പറയും, നോക്ക്, എനിക്ക് എങ്കിലും ഒരു കുഞ്ഞിനെയാണ് ദൈവം തന്നതെന്ന്, ഈ ദൈവത്തെ ഞാൻ സേവിക്കണം. But you know, every day man kills hundreds of innocent children in the wombs of the mothers. എന്നാൽ ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ ഓരോ ദിവസവും എത്രയോ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മനുഷ്യൻ കൊന്നുകളയുന്നത്. Oh, just put down the drain before they had a chance to see the light of the day. ഈ ലോകത്തിന്റെ വെളിച്ചം ഒന്ന് കാണാൻ അവസരം കിട്ടുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് നിർഭാഗ്യവശാൽ പറഞ്ഞയക്കപ്പെടുന്ന എത്രയോ ലക്ഷം കുഞ്ഞുങ്ങളുണ്ട്. Millions of babies are aborted in mother's womb every year. ഓരോ വർഷവും ലോകത്തിന്റെ മൊത്തമായിട്ട് എത്രയോ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് അബോർഷനിലൂടെ പുറത്തേക്ക് Abortion is a murder. അത് അബോർഷൻ എന്ന് പറയുന്നത് കൊലപാതകം. Everybody who does that has to stand before God and explain to him why he committed murder. അത് ചെയ്യുന്ന സകല വ്യക്തി ഒരിക്കൽ ദൈവത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് അതിന് കണക്ക് കൊടുത്തേ മതിയാകുള്ളൂ. So many times when man is creating lot of problems, he questions about God. ഇങ്ങനെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന മനുഷ്യനാണ് ഒരു കുഞ്ഞ് അംഗഭംഗമുള്ളവനായി ജനിച്ചപ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നത്. Jesus said, blessed are they that mourn, for they shall be comforted. എന്നാൽ യേശു പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. You know why? Because only Bible, only the teachings of Christ says, this is a saint planet, like the philosophers saying, this is not going to be a utopia anymore. Every time you see tragedies, every time you see war, every time you hear about earthquakes, please understand, this is a saint planet, this is a cursed planet, this is not going to be our permanent place. Praise the Lord, God is preparing something very good for us. That is the Christian soul. എന്നാൽ ദൈവത്തിന്റെ വചനം മാത്രമേ വ്യക്തമായിട്ട് പറയുന്നുള്ളൂ. ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളും, ഈ ലോകത്ത് വന്ന് സംഭവിക്കുന്ന അപകടങ്ങളും, ഇവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം വിളിച്ചോതുന്ന ഒന്നേ ഉള്ളൂ. ഇത് പാപത്തിന്റെ കടന്നുള്ളതായിട്ടുള്ള ലോകമാണ്. ഈ ലോകം മാറ്റപ്പെടേണ്ട ലോകമാണ്. ഇതിനപ്പുറമായി ദൈവം നടക്കുന്നതിന് വേണ്ടി നിത്യമായ ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്ന ഏക ഗ്രന്ഥം ബൈബിളാണ്. You know, so many people think that they can make something best out of this planet. They can make this a permanent place. ഈ ലോകത്തിന് മുഖച്ചായി ചിലപ്പോൾ ഒന്ന് വ്യത്യാസം വരുത്തിയിരുന്നെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരം പണിയാമെന്നാണ് അനേകരും ചിന്തിക്കുന്നത്. The Bible says, don't believe that. As long as there is tragedy, God is always telling, my dear children, this is not your permanent place. I am going to prepare a place for you. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇവിടെ പ്രശ്നങ്ങൾ ഉള്ളത്തോളം കാലം പ്രശ്നങ്ങൾ നിറഞ്ഞ ലോകമല്ല നിന്റെ ശാശ്വത ഭവനം, നിനക്ക് വേണ്ടി നിൽക്കുന്ന ഒരു നഗരം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. So many times, children of God ask this question. അനേക തവണ ദൈവമക്കൾ തന്നെ ചോദ്യം ചോദിക്കാറുണ്ട്. God, I know pain is good. കർത്താവ്, എനിക്കറിയാം വേദന നല്ലതാണെന്ന്. I know this is a saint planet. എനിക്കറിയാം പാപത്തിന്റെ കടവരണ്ട ലോകമാണെന്ന്. I know there are problems that will occur in this ഈ planet. ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയാം. Lord, why me? എന്നാൽ കർത്താവ് ഒരു ദൈവം ഇത് എനിക്കെന്തുകൊണ്ടാണ്? Why is this problem to me? എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ പ്രശ്നം I ഉണ്ടായത്? am coming to the church daily, I am reading the Bible, I am a born again person. Why is this problem to me? ഞാൻ ദൈവത്തിൽ വരുന്ന വ്യക്തിയാണ്, ആരാധനയ്ക്ക് സംഭവിക്കുന്ന വ്യക്തിയാണ്, ഞാൻ സാക്ഷി പറയുന്ന വ്യക്തിയാണ്, ദൈവത്തിൽ പഠിക്കുന്ന വ്യക്തിയാണ്, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു? But imagine, suppose God heals every person, every born again person when he prays to him. അതിന്റെ മറുപടി നിങ്ങളൊന്ന് ചിന്തിക്കുക. ലോകത്തിലുള്ള സകല ദൈവമക്കളുടെയും ജീവിതത്തിലെ സകല രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കുന്നു എന്നിരിക്കട്ടെ. And he does not heal those people who are not born again. അതേസമയം തന്നെ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെയും കർത്താവ് സൗഖ്യമാക്കുന്നില്ല എന്നിരിക്കട്ടെ. In a few years, everybody will be born again. എന്ത് സംഭവിക്കുന്നത്? ചുരുക്കം ചില വർഷത്തിനുള്ളിൽ ലോകത്തിലെ സകല മനുഷ്യരും രക്ഷിക്കപ്പെടും. They are not born again because they love God, but they are born again because they want to get healing.
എന്തെന്നറിയാമോ? അവർ രക്ഷിക്കപ്പെട്ടത് യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല, പിന്നെയോ രക്ഷിക്കപ്പെട്ട മതി, ആ സൗഖ്യം കിട്ടാനെന്ന് അവർ മനസ്സിലായി, അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടും. You know, that sort of an adoration is not what God is expecting from us. എന്നാൽ അങ്ങനെയുള്ള ഒരു ആരാധനയല്ല മനുഷ്യരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. Our relationship with God should not be based on such flimsy incidents. അങ്ങനെയുള്ള അംശമായ അല്ലെങ്കിൽ തുച്ഛമായ കാര്യങ്ങൾ പണിതുയർത്തലായിരിക്കരുത് ക്രിസ്ത്യൻ ജീവിതം. If God heals your toothache, He is a good God. If God doesn't heal your knee pain, you would run away from Him. നിന്റെ പല്ലുവേദന മാറ്റുന്ന ദിവസം നീ ദൈവത്തെ സേവിക്കും, നിന്റെ മുട്ടിന് വേദന പോകാത്ത ദിവസം ദൈവത്തെ ശമിക്കും. That is not a relationship that God expects from us. അതല്ല ഒരു ദൈവത്തിന്റെ വലിയ ദൈവമായിട്ടുണ്ടായിരിക്കേണ്ട So ബന്ധം. if God heals only those people who are born again people, then you know the adoration or the prayer that comes from such hearts is not a genuine one. രക്ഷിക്കപ്പെട്ട സകലരുടെയും ജീവിതത്തിലെ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കാൻ തുടങ്ങിയാൽ ആളുകൾ ദൈവത്തെ സേവിക്കുന്നതിന്റെ ഏക ഉദ്ദേശം രോഗസൗഖ്യം പ്രാപിക്കാനുള്ളതാണ്. And you know the Bible says, especially God says, as long as you are born again, you will have problems in this world because the world system will make you a target more and more. എന്നാൽ ദൈവത്തിന് വ്യക്തമായിട്ടും ദൈവത്തിന്റെ വൈദ്യോട് പറഞ്ഞിട്ടുണ്ട്, നീ രക്ഷിക്കപ്പെടുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുകയല്ലോ, നീ രക്ഷിക്കപ്പെടുന്നതിന് ശേഷം പ്രശ്നങ്ങൾ കൂടുതലാണ് സാധ്യത, കാരണം ലോകവും നിനക്കെതിരായിട്ട് തിരിയും. But at the same time, God is not a sadist who likes his people to suffer. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, തന്റെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് ആ സന്തോഷിക്കുന്ന ഒരു ദുഷ്ടനല്ല ദൈവം. What is the answer of Bible to this problem? ഈ പ്രശ്നത്തിന് എന്താണ് ദൈവത്തിന് നൽകുന്ന മറുപടി? As the world is only a temporary abode for us, ഈ ലോകം ഒരു ക്ഷണികമായ ഭവനമാകുന്നതുകൊണ്ട് the body also is only a temporary phenomenon. നമ്മുടെ ഈ ശരീരം തന്നെ ഒരു ക്ഷണികമായ താൽക്കാലികമായ ഒരു When you കാര്യമാകുന്നു. ask for what is healing, God cannot immediately respond. ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടൻ തന്നെ മറുപടി But that കിട്ടുന്നില്ല. does not mean that God does not answer your prayer. അതിന്റെ അർത്ഥം ദൈവത്തിന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലെന്നല്ല. God is trying to touch something which is inside you more precious than your body. ദൈവം നിങ്ങളുടെ ശരീരത്തെക്കാൾ വിലയേറി ഒന്നിനെ കുറിച്ച് ബോധവാനാക്കുകയാണ്. And make you a better specimen in this world. നിന്നെ ഈ ലോകത്തിൽ ഒന്നുകൂടെ കൊള്ളാവുന്ന ഒരു സാക്ഷിയാക്കി ദൈവം You know, രൂപാന്തരപ്പെടുത്തിയിരിക്കുകയാണ്. the atheists and the people who do not believe in God will think only in terms of a body. If your body is sick and you are going to die, that is the end of it. ആ ഒരു നിരീശ്വരവാദിയാണെങ്കിൽ ഒരു രോഗിയെ കണ്ടാൽ ഇവൻ രോഗം പിടിച്ചിരിക്കുന്നു, ഇവൻ നാളെ മരിക്കുമല്ലോ എന്നുള്ള ചിന്തയാണ് മനസ്സിൽ കടന്നു But പോകുന്നത്. Christian concept is you have something greater than your body inside. എന്നാൽ ഒരു ദൈവത്തിന്റെ വഴിയെ സംബന്ധിച്ചോളം അവൻ ഇപ്പോഴായിരിക്കുന്ന ഈ അക്ഷരീയമായ ശരീരത്തെക്കാൾ അപ്പുറമായിട്ട് മറ്റൊന്നുണ്ടെന്ന് അറിയാം. That is what God is more concerned about. അതിനെയാണ് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. Jesus Christ said, don't bother about your people who can kill your body. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. But be afraid of the person who has got the power to cast your soul into hell. എന്നാൽ അതിന് പകരമായി നിന്റെ ആത്മാവിന്റെ നിത്യനിർവ്വഹത്തിൽ അറിയുവാൻ കഴിവുള്ളവരെ ഭയപ്പെടുക എന്ന് So കണ്ടു. whenever you pray with your sickness, don't think God is not doing something. God is capable of doing something more to your soul by which you can overcome the sickness also. നിന്റെ രോഗത്തിന് വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ മറുപടി കിട്ടിയില്ലെങ്കിൽ ദൈവം നിന്നോട് പിണങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ കോപിച്ചിരിക്കുന്നു അർത്ഥമില്ലോ, അതിനേക്കാൾ വിലയേറെ നിന്റെ ആത്മാവിനെ കുറിച്ച് നിന്റെ There ബോധവാനാക്കുകയാണ്. are best specimens of human life in this world who have been a challenge to whole mankind. There have been people who have passed through the worst tragedies in their life. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ രീതിയിൽ ക്രിസ്തുവിന്റെ സ്നേഹം പ്രതിഫലിപ്പിച്ച് കാണിച്ചിട്ടുള്ള ആളുകൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേകം കഷ്ടതയുടെ കടന്നുപോയിട്ടുള്ള ദൈവത്തിന്റെ മക്കളാണ്. Mary Varghese was a medical student in Christian Medical College Hospital well over 25 years back. 25 വർഷം മുമ്പ് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നു മേരി വർഗീസ് എന്ന സഹോദരി. Once when she went for a cure, the van in which she turned over, in which she traveled over to and fell into a pond, she broke her spine and she was paralyzed. ആ മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ, മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാൻ ചൂണ്ട് പോയപ്പോൾ ആ വാൻ പറഞ്ഞൊരു കുളത്തിൽ വീണിട്ട് ആ അപകടത്തിൽ തന്നെ നട്ടെല്ല് ഒടിഞ്ഞു പോയി. 21-year-old Mary Varghese became totally paraplegic. 21 വയസ്സുള്ള മേരി വർഗീസ് എന്നാലുള്ള ഈ നല്ല യുവതി ഒട്ടും എഴുന്നേൽക്കാൻ പോലും കഴിയില്ല, നട്ടലൊടിഞ്ഞൊരു വ്യക്തിയാണ്, ഇങ്ങനെ കിടപ്പിൽ കിടക്കുന്ന ഒരു വ്യക്തിയായി മാറി. But she was a believer. എന്നാൽ ആ വ്യക്തി ഒരു വിശ്വാസിനിയായിരുന്നു. Pray to God. ആ വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. God did not heal her. ദൈവം അവനെ സൗഖ്യമാക്കിയില്ല. But God did something more in her life. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി ദൈവം ചെയ്തു. God strengthened her soul so much that after a few months in her wheelchair she continued her studies. ആ ദൈവം അവളെ ശക്തീകരിച്ചതുകൊണ്ട് ഒരു വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അവളുടെ മെഡിക്കൽ വിദ്യാഭ്യാസം തുടർന്നു. In about 12 years, she became the head of the department of physiotherapy and rehabilitation in Christian Medical College Hospital, Vellore. ഏകദേശം 12 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫിസിക്കൽ തെറാപ്പിയുടെയും റീഹാബിലിറ്റേഷന്റെയും ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് ഈ
നടക്കാൻ വയ്യാത്ത യുവതി മാറി. She used to go in wheelchair to see her patients. കാരണം തന്റെ രോഗികളൊക്കെ സന്ദർശിക്കാൻ പോകുന്നത് വീൽചെയറിൽ ഇരുന്നുകൊണ്ടാണ്. When the patients see her in the wheelchair, they get more encouraged. ആ വീൽചെയറിൽ വന്ന ഡോക്ടറെ കാണുമ്പോൾ തന്നെ രോഗികൾക്ക് ഒന്നുകൂടെ ആത്മവിശ്വാസം She ഉണ്ടാവുകയാണ്. was such a source of comfort to so many people. അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസ കേന്ദ്രമായിട്ട് യുവതി Many മാറി. times in her autobiography, she writes, "Good God made me a paralytic." തന്റെ ആത്മാവ് നമ്മൾ വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, എന്നെ ഇങ്ങനെ ഒരു നടുവൊഴിഞ്ഞ് സ്ത്രീയാക്കിയാലേ നടക്കാൻ വയ്യാത്തവളാക്കി തീർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വമെന്ന്. Johnny Erickson was a very famous diver. നമുക്കറിയാമല്ലോ ഈ അമേരിക്കയിൽ തന്നെയുള്ള ജോണി എറിക്സൺ എന്ന് പറയുന്ന ആളുള്ള യുവതി വളരെ പ്രസിദ്ധയായ ഒരു മുങ്ങൽ വിദഗ്ധയായിരുന്നു. In the peak of her career, she fractured her neck bone and became a quadriplegic. എന്നാൽ ഒരിക്കൽ അവളിങ്ങനെ മുങ്ങുമ്പോൾ ഡൈവ് ചെയ്യുമ്പോൾ അവളെ കഴുത്തൊടിഞ്ഞിട്ട് അവളുടെ ശരീരം മുഴുവൻ തളർന്ന അവസ്ഥ. Below the neck, she cannot feel anything. അവളെ ഈ കഴുത്തിന് താഴെയായി തോന്നുന്നത് താഴോട്ട് അവളുടെ ശരീരത്തിൽ യാതൊരു ഒന്നും അനുഭവിച്ചറിയാനുള്ള ആ ശക്തി. But you know the name of Johnny Erickson inspires confidence into millions of people around the globe. എന്നാൽ സ്പർശനശേഷിയില്ലാത്ത ഈ യുവതി എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉള്ളിലേക്കാണ് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നത് അറിയാമോ? She started painting with her own lips. കാരണം അവൾ Holding the brush in her lips. ഒരു വായിൽ ബ്രഷ് കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ വാ കൊണ്ട് പെയിന്റ് കളിക്കുന്നത്. Please read her life story. It is available. Johnny Erickson's life story. ഇവിടെയുള്ള സകല ക്രിസ്ത്യൻ ബുക്ക് സ്റ്റോളുകളിൽ അവരുടെ ജീവിതം വാങ്ങിക്കാൻ കിട്ടും. ദയവായി നിങ്ങൾ അത് വായിച്ചിട്ടെങ്കിൽ വാങ്ങിച്ച് വായിച്ചു. Some of the best specimens of mankind have passed through the worst tragedy. ഈ ലോകത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിച്ചിട്ടുള്ള ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളോട് കടന്നുപോയിട്ടുള്ള ദൈവങ്ങളാണ്. What would have happened if Johnny Erickson was an atheist? ഞാൻ ചോദിക്കട്ടെ, ഈ ജോണി എറിക്സന് ഒരു വിശ്വാസിയായിരിക്കുന്നതിന് പകരം ഒരു നിരീശ്വരവാദിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞേനെ? She would have died in despair one day. അവൾ നിരാശയുടെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയിട്ട് അനേക ആളുകൾ മുമ്പേ ഈ ലോകത്തോട് യാത്ര What പറഞ്ഞു. would have happened to Mary Varghese if she is not a believer in God? ഈ മേരി വർഗീസ് പറയുന്ന സഹോദരി, മലയാളി സഹോദരി ഒരു വിശ്വാസിനി അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും She would not have been a source of inspiration to our faith. ആരുടെയും ജീവിതത്തിൽ ആശ്വാസത്തിന്റെ ഒറ്റ വാക്ക് പോലും അവളുടെ വായിൽ നിന്ന് കേൾക്കില്ല. They also prayed for healing. അവരും രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. God heard their prayers. ദൈവയുടെ പ്രാർത്ഥന കേട്ടു. God probably did not heal them as they wanted. എന്നാൽ അവർ ആഗ്രഹിച്ച പോലെ ദൈവം അവരെ സൗഖ്യമാക്കി. But God did something more to their souls, brother. എന്നാൽ സൗഖ്യമാക്കുന്ന ശാരീരിക സൗഖ്യത്തെക്കാൾ ഉന്നതമായ ഒരു അനുഗ്രഹം അവിടെ ആത്മാക്കൾ ദൈവം God put so much confidence in their souls that they overcame their sickness, overcame their disability, overcame their problems, and they not only became a blessing to themselves, but they became a blessing all over the world. അവരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പതഞ്ഞു പോകുന്നതായ ആത്മവിശ്വാസം, ദൈവസ്നേഹത്തിനും ദൈവം നൽകി ഉറപ്പിൽ നിന്ന് ഉരുത്തിരിയുന്നതായ ആത്മവിശ്വാസം അവർക്ക് മാത്രമല്ല മറ്റനേകായിരങ്ങൾക്ക് ഒരു ഉത്തേജനത്തിന് മുഖാന്തരമായി തീർന്നു. You know, people go to healing meetings. അനേക ആളുകൾ രോഗശാന്തി ക്രൂസൈഡിൽ കൊണ്ട് പോകാറുണ്ട്. I firmly believe that God will heal. ആ ദൈവം രോഗികളെ അവിടെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്. I know there are people who are healed, they are shown in the TV, they are printed in the glossy magazines, advertised all over the world. അങ്ങനെ പോയിടത്തൊക്കെ രോഗസൗഖ്യം കിട്ടുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ട്, മാസികയിലൊക്കെ ഉള്ള പടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. But my heart always goes with the people who go to healing meetings and don't get healed. എന്നാൽ ഞാൻ ചിന്തിക്കാറുള്ളത് ഇങ്ങനെയുള്ള മീറ്റിംഗുകൾക്ക് പോയിട്ട് രോഗസൗഖ്യം കിട്ടാതെ മടങ്ങി വരുന്ന ആളുകളെ കുറിച്ച്. What happens to those people who go without healing? രോഗസൗഖ്യം കിട്ടാതെ മടങ്ങി പോകാൻ എന്ത് സംഭവിച്ചു? Did God pass by them? ദൈവം അവരെ മറികടന്ന് പോയെന്നാണ് അർത്ഥം. Was their faith more weaker? അവരുടെ വിശ്വാസത്തിന് ആഴമില്ലായിരുന്നു എന്നാണ് അർത്ഥം. God, a respecter of persons, that He heals some people and He does not heal other people? അതോ ദൈവം മുഖം നോക്കുന്നവരാണോ? ചിലരെ സൗഖ്യമാക്കി മറ്റുള്ളവരെ സൗഖ്യമാക്കാതിരിക്കും. What is God expecting from such people? ഇങ്ങനെയുള്ളവരെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? This is what has been going in my heart. ഇതാണ് എന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. Brother and sister, tonight I want to tell you something. ഇന്ന് രാത്രികാല സഹോദര സഹോദരന്മാരെ ഞാൻ ഒരു കാര്യം പറയട്ടെ. Jesus said, "Blessed are they that mourn, for they shall be comforted." യേശു പറഞ്ഞ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം. If you are mourning, God will comfort you. ഇന്ന് രാത്രികാലം ദുഃഖിക്കുന്നവരാണെങ്കിൽ ദൈവം തീർച്ചയായും But this world will continue to give problems. ഈ ലോകം തുടർന്ന് നിനക്ക് പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കും. Everybody who gets healed will have to face death one day or other. അത് കാര്യം മനസ്സിലാക്കുക. ഇന്ന് കർത്താവിനെ സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിൽ നീ ഒരിക്കൽ മരണത്തെ But if God touches your soul, എന്നാൽ ഇന്ന് രാത്രികാലം ദൈവം നിന്റെ ആത്മാവിനെ God puts confidence in your soul. ഇതിന്റെ ആത്മാവിൽ ദൈവം ഒരു വിശ്വാസം That is the best of healing that God അതാണ് has. നിനക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല രോഗസൗഖ്യം. So never say that, "Oh, God didn't touch me at all." അതുകൊണ്ട് ഒരിക്കലും പറയല ദൈവം എന്നെ തൊട്ടില്ലല്ലോ എന്ന്. Only in Christian concept we find this particular aspect that our soul is more important than body. So even if our body suffers pain, God can still work in our life. ഒരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്ത്യ മതം മാത്രമാണ് ശരീരത്തെക്കാൾ വിലയേറിയ ഒരു ആത്മാവ് ഉള്ളിലുണ്ടെന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിന് ക്ഷയിച്ചു പോയാലും ആത്മാവിന് സൗഖ്യമുണ്ടെങ്കിൽ അതാണ് വലിയ
പഠിപ്പിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. Another important contribution that Christianity has to offer is the death of Jesus Christ on the cross. ഈ ക്രിസ്ത്യാനിത്വ ഈ ലോകത്തിന് വലിയ ഏറ്റവും വലിയ സംഭാവന യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച ചിത്രമാണ്. You know, so many people say that the pale body written in fire on the cross is a sign of defeat for Christians. What good will come out of a God who died so helplessly on the cross? അനേകം ആ ക്രൂശിന്മേൽ കിടക്കുന്നതായ ആ രൂപത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഓ ക്രിസ്തീയ ലോകം പരാജയപ്പെട്ടു എന്നുള്ള ഒരു പരാജയത്തിന്റെ ചിത്രമാണ് ആ ക്രൂശിന്മേൽ കാണുന്നത്. വേദന സഹിച്ചുകൊണ്ട് പിടഞ്ഞു മരിച്ചൊരു ദൈവത്തിന് മറ്റു മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും? But I tell you that the death of Christ on the cross is the cornerstone of Christian faith. It has instilled the confidence in millions of people all over the world. എന്നാൽ ഞാൻ പറയട്ടെ, ക്രൂശിന്മേൽ എനിക്ക് വേണ്ടി വേദന ഏറ്റു മരിച്ച യേശുവിന്റെ ചിത്രമാണ് ഒരു ദൈവത്തിന്റെ വയലിൽ ലോകത്തിന് കൊടുക്കുവാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ആത്മവിശ്വാസം ഉത്തേജിപ്പിക്കുന്നതായിട്ടുള്ള ചിത്രം. You know one thing, God has, by his death, Jesus has dignified faith. കാരണം എന്താണെന്ന് അറിയാമോ? യേശു വേദന സഹിച്ചുകൊണ്ട് മരിച്ചപ്പോൾ വേദനയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന്, യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അവൻ ക്രൂശിന്മേൽ വെളിപ്പെടുത്തുകയും Faith is not always due to sin. ആ പാപം എന്നും വേദന എന്നും പാപത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതല്ല എന്ന് വ്യക്തമാണ്. Jesus suffered the worst pain on the cross. ലോകത്തിൽ ഒരു മനുഷ്യന് സഹിച്ചിട്ടില്ലാത്ത വേദനയാണ് യേശു ക്രൂശിന്മേൽ So when you suffer pain, you do not have a guilty feeling in this world. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം നീ വേദനയുടെ ലോകത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ നിനക്ക് ഒട്ടും തന്നെ കുറ്റബോധം When you ഉണ്ടാകേണ്ട. have a serious disease, don't think that you have to feel guilty about. ഇന്ന് രാത്രി കാലം തീരാത്ത രോഗത്തിൽ നീ അടിമയാണെങ്കിൽ ഒരാളും നിന്നെ കുറ്റം വിധിക്കുവാൻ നീ അനുവദിക്കരുത്. You understand, Jesus suffered pain. He did not do any sin. He dignified, he glorified the pain and so on. കാരണം യേശു ക്രൂശിന്മേൽ ആരും സഹിച്ചിട്ടില്ലാത്ത അതിവേദന സഹിച്ചുകൊണ്ട് മരിച്ചത് അവൻ ജീവിതത്തിൽ പാപം ചെയ്തിട്ടല്ല. Then you know, when so many religions in this world say that pain is only a maya, pain is something which is only an illusion. Jesus said pain is real. He came into the world as a man. He lived like a man. He went through the entire spectrum of human pain and suffering, and he died on the cross in agony, just to say that he has spent every ounce. He has tasted every ounce of pain for you and me. ലോകത്തിലെ അനേക മതങ്ങളുടെ ദൈവങ്ങളും വേദന എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ അനുഭവമല്ല, അത് കേവലം ഒരു ധാരണ മാത്രമാണെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ യേശു മാത്രമേ ഉള്ളൂ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് വേദന യഥാർത്ഥമാണ്, ഞാൻ നീ അനുഭവിക്കുന്ന വേദനയുടെ യഥാർത്ഥ അളവ് എന്താണെന്ന് സ്വന്തം ശരീരത്തിന് മേൽ അനുഭവിച്ചറിഞ്ഞിട്ട് ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ചവരവൻ മാത്രമാണ്. And you know that God whom you worship, understand, suffered this pain. That is the great consolation in our life. ഓ ഞാൻ നീയും സേവിക്കുന്ന ദൈവം നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിച്ചവരാണല്ലോ എന്നുള്ള ആ ബോധം നമ്മെ ഭരിക്കുമ്പോൾ അത് തന്നെ നമുക്ക് വളരെ ആശ്വാസം തരുന്നു. Jesus said, blessed are they that mourn, for they shall be comforted. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം I ലഭിക്കും. have heard with my own ears people who are writhing in pain told me, oh, when I may start meditating about Jesus on the cross, my pain all disappears. വേദനയിൽ കുറയുന്ന അനേകർ എന്നോട് സ്വന്തമായി പറഞ്ഞിട്ടുണ്ട്, എത്ര വലിയ വേദനയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും യേശു ക്രൂശിന്മേൽ എനിക്ക് വേണ്ടി സഹിച്ച വേദനയെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എന്റെ വേദനകൾ അപ്രത്യക്ഷമാകുന്നുവെന്ന്. To the person who suffers, Christianity also offers one more comfort. വേദനയുടെ കടന്നു പോകുന്ന വ്യക്തിക്ക് മറ്റൊരു ആശ്വാസത്തിന്റെ മാർഗം കൂടെ The death of Jesus is not the end of the story of Christianity. യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചു എന്നുള്ളതല്ല ആ ചിത്രത്തിന്റെ Jesus did not stay on the cross, he rose up to life again. യേശു എന്നും ആ ക്രൂശിന്മേൽ കിടക്കുകയല്ലായിരുന്നു, അവൻ മരണത്തെ He അതിജീവിച്ചുകൊണ്ട് brought us the possibility of an afterlife without pain and suffering. വേദനയും കഷ്ടപ്പാടുകളില്ലാത്ത ഒരു ജീവിതം, ഒരു പുനരുദ്ധാരത്തിന്റെ ജീവിതം ഉണ്ടെന്ന് സ്വന്തം ജീവിതത്തോടെ കാട്ടിത്തന്നതാണ്. Only Jesus Christ went through death and came back life, telling us that all the pain that we suffer is only temporary. We have a world without pain and problems. യേശു മാത്രമേ ഉള്ളൂ ജീവിതത്തിലൂടെയും മരണത്തിന്റെയും അനുഭവത്തിലൂടെ കടന്നുപോയിട്ട് മടങ്ങി വന്ന് മരണത്തെ അതിജീവിച്ച് മടങ്ങി വന്നിട്ട് നാം ഇന്ന് അനുഭവിക്കുന്ന ആരുടെ വേദനകളും കഷ്ടപ്പാടുകളും താൽക്കാലികമാണ് എന്ന് തെളിയിക്കുന്നവരും മാത്രമേ ഉള്ളൂ. You know what St. Paul says? All the trouble, all the affliction we have in the present world is but for a moment, but it worketh for us a great eternal weight of glory. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ആ അത്യന്തം ലഘുവായ കഷ്ടം ആ നിത്യതേജസ്സിൽ അനവധിയായ ധനത്തിന് മൂലകാരണമായി തീരുന്നുവെന്ന്. Suppose somebody says you suffer for 1 second, then your whole life you will not have suffering. We will all accept, isn't it? ആരെങ്കിലും പറയുകയാണെന്ന് എനിക്കേണ്ടത് നിന്റെ ജീവിതത്തിൽ ഒരു നിമിഷം നീ കഷ്ടം അനുഭവിച്ചാൽ പിന്നെ നിന്റെ ആയുസ്സിൽ നിന്ന് കഷ്ടം അനുഭവിക്കേണ്ടി വരത്തില്ല എന്നൊരു വ്യക്തി വന്ന് നമ്മൾ We അംഗീകരിക്കും. all will agree to that. തീർച്ചയായും നാം അംഗീകരിക്കും. Because you know, women sometimes undergo that suffering during childbirth. They bring a child and they become happy. ആ കാരണം നമുക്കറിയാമല്ലോ, സ്ത്രീകൾ പ്രസവ സമയത്ത് അതിവേദനയിലൂടെ കടന്നു പോകാറുണ്ട്. എന്നാൽ കുഞ്ഞിനെ ലോകത്തിൽ ജനിച്ച കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ അവരെ വേദന മറക്കാറുണ്ട്. So many times
sometimes the pain of injection is so trivial, so short lasting, but after that it gives a long lasting relief. നമുക്കറിയാം പലപ്പോഴും കുത്തിവെക്കാൻ നമുക്കെല്ലാം പേടിയുള്ള സംഗതിയാണെങ്കിലും അല്പനേരത്തെ വേദന സഹിച്ചാൽ അനേക നാളത്തെ സൗഖ്യമാണ് കിട്ടുക. Suppose somebody offers you 1 second of pain and you have a long life of comfort. ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങളോട് പറയുകയാണെന്നിരിക്കട്ടെ, ഒരു നിമിഷം വേദന സഹിച്ചാൽ ശിഷ്ടായുസ് മുഴുവൻ നിങ്ങൾക്ക് വേദനയില്ലാതെ ജീവിക്കാമെന്ന്. How happy we will be. നമ്മളെല്ലാം എത്ര സന്തോഷത്തോടെ Jesus has taught us. അതാണ് യേശു നമ്മളോട് പറഞ്ഞത്. Compared to the eternity, our life in this world is very microscopic. വരുവാനിരിക്കുന്ന നിത്യമായി താരതമ്യപ്പെടുത്താൽ ഈ ലോകത്തിലെ ജീവിതം ഒരു ചെറിയ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. Just imagine, in the eyes of God it is said 1000 years are like one day. നമ്മൾ ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നു 1000 വർഷം ഒരു ദിവസം പോലെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു. So suppose a man lives 80 years, it means he lived only 2 hours in the sight of God. ഒരു മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ 80 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചാൽ ആ കണക്ക് വെച്ച് നോക്കിയാൽ ദൈവദൃഷ്ടിയിൽ അവൻ 2 മണിക്കൂർ ജീവിച്ചു. Just 2 hours only we lived. നമ്മൾ 2 മണിക്കൂർ നമ്മൾ ജീവിച്ചോളൂ. And in the 2 hours a fraction only we have suffered. 2 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ കഷ്ടം അനുഭവിച്ചു. But what does God offer? എന്നാൽ ദൈവം അതിൽ പ്രതിഫലം Life of eternity he offers. നിത്യതയോളം നിലനിൽക്കുന്ന ഒരു ജീവിതമാണ് ദൈവം. People say, I don't believe in God. God was given suffering to me. അനേക ആളുകൾ പറയും ഞാൻ ദൈവത്തെ സേവിക്കുന്നില്ല, ദൈവം എന്നെ കഷ്ടതയോടെ കടത്തിവിടുന്നു. But brother and sister, look what Jesus has to offer to you. എന്നാൽ ഇത് രാത്രികാലം യേശു നിനക്ക് നൽകുന്ന വാഗ്ദത്തം നോക്ക്. This world is for temporary. ഈ ലോകം ക്ഷണികമാണ്. This body is for temporary. നിന്റെ ശരീരം ക്ഷണികമാണ്. Suffering is for temporary. നിന്റെ വേദന താൽക്കാലികമാണ്. Jesus said, blessed are they that mourn, for they shall be comforted. എന്നാൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. Comforted, why? Because this world is temporary. എന്തുകൊണ്ടാണ് അവർക്ക് ആശ്വാസം ലഭിക്കുന്നതെന്ന് അറിയാമോ? ഈ ലോകം ക്ഷണികമാണ്. Your body is temporary. നിന്റെ ശരീരം താൽക്കാലികമാണ്. Sufferings are temporary. നിന്റെ വേദന You താൽക്കാലികമാണ്. will be comforted for a lifelong eternity. എന്നാൽ നിത്യതയോളം നിലനിൽക്കുന്ന ആശ്വാസം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. This is what Jesus has to offer to us. അതാണ് യേശു എനിക്ക് നിങ്ങൾക്ക് തന്ന വാഗ്ദത്തം. Maybe for a short time we will suffer. അല്പനേരത്തെ കഷ്ടപ്പെടുന്നു വരാം. You know, in the story of Martha and Lazarus, Mary, Martha, Lazarus. ആ മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെയും കഥ നമുക്കറിയാമല്ലോ. When we read the story, we are very happy. നമുക്ക് ആ കഥ വായിക്കുമ്പോൾ സന്തോഷമുണ്ട്. Jesus came, brought Lazarus out of the grave. കാരണം യേശു വന്ന് ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. But I want to listen to you one important thing in the story. I will close here. എന്നാൽ ഞാൻ എന്റെ ആലോചന അവസാനിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറയാൻ ശ്രദ്ധിച്ചു കേൾക്കണം. Lazarus died. ലാസർ മരിച്ചു. Mary and Martha had invited Jesus before that. He did not come. ആ മരിക്കുന്നതിന് മുമ്പ് തന്നെയാണ് മറിയും മാർത്തയും യേശുവിന്റെ മുഖത്തിലേക്ക് ക്ഷണിച്ചത്. അപ്പോൾ യേശു വന്നില്ല. First day he didn't come. ഒന്നാമത്തെ ദിവസം വന്നില്ല. Second day he didn't come. രണ്ടാമത്തെ ദിവസം വന്നില്ല. Third day he didn't come. മൂന്നാമത്തെ ദിവസം In വന്നില്ല. all these 3 days, what would have Mary and Martha done? കഴിഞ്ഞ 3 ദിവസവും മാർത്തയുടെയും മറിയുടെയും മനസ്സിൽ കൂടെ കടന്നുപോയ What ചിന്തകൾ all എന്തൊക്കെയാണ്? problems would have crossed their mind? എന്തൊക്കെ ചിന്തകൾ അവിടെ മനസ്സിൽ കൂടെ കടന്നുപോയി? What all bitter feelings they would have had to Jesus? എത്ര കയ്പിന്റെ വിചാരങ്ങളായിരിക്കും അവിടെ Oh, many മനസ്സിൽ. times he came before us and stayed in our house. Now for an emergency he did not come. അതുപോലെ നല്ല സുഖകാലത്ത് എത്രയോ പ്രാവശ്യം വീട്ടിൽ നിന്ന് താമസിച്ചവനാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ യേശു We മറന്നു. said to her, but he did not come. ഞാൻ വരണമെന്ന് വാക്ക് പറഞ്ഞ അയച്ചാണ്, എന്നിട്ട് വന്നില്ലല്ലോ. He knows Lazarus is our only brother, only hope, but still he did not come. ഈ വീട്ടിലെ ഏക പുത്രനാണ് ലാസറിന് അറിയാമായിട്ട് അവൻ 3 വരാതെ days of bitterness in their heart. 3 ദിവസമായി കയ്പിന്റെ ചിന്തകൾ മനസ്സിൽ കുമിഞ്ഞുകൂടി. On the 4th day Jesus came. എന്നാൽ 4ാമത്തെ ദിവസം യേശു വന്നു. 4th day Jesus came. 4ാമത്തെ ദിവസം യേശു വന്നു. For Mary and Martha it would have been 3 days of waiting. ആ മാർത്തയുടെയും മറിയുടെയും ജീവിതത്തിൽ നോക്കുമ്പോൾ 3 ദിവസം കാത്തിരുന്നു. In your life it may be 3 years of waiting. എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 3 വർഷമായിരിക്കും, 30 years of waiting. ചിലപ്പോൾ 30 But വർഷമായിരിക്കും. understand, Jesus will come one day. എന്നൊരു കാര്യം മനസ്സിലാക്കണം. യേശു He പോയിരിക്കും. will wipe your tears one day. യേശു വന്നിരിക്കുന്ന The problems and questions that pass through Martha and Mary's mind will be crossing your mind tonight. മാർത്തയുടെയും മനസ്സിലൂടെ മറിയുടെയും മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ തന്നെയായിരിക്കാം നിങ്ങളുടെയും മനസ്സിൽ. But he will come one day. എന്നാൽ യേശു വരും. When you suffer in this world, ഈ ലോകത്തിൽ നിങ്ങൾ കഷ്ടം you know അനുഭവിക്കുന്നു. how heaven looks at you. സ്വർഗ്ഗം എങ്ങനെയാണ് നിങ്ങളെ വീക്ഷിക്കുന്നത് അറിയാം. When we have some boils, when we have some cancers, when we have arthritis, when we have diabetes, we think we are sick people in this world. നമ്മൾ ഈ ലോകത്തിന്റെ ദേഹത്തൊന്ന് ചൊറി പിടിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടായാൽ നമ്മളെല്ലാം നമ്മളെ തന്നെ രോഗികളൊന്ന് മുദ്രയടിക്കും. But you know what? Heaven considers us a sick person. എന്നാൽ സ്വർഗത്തിന്റെ ദൃഷ്ടിയിൽ രോഗി ആരാണെന്ന് അറിയാമോ? A sick person is one who does not do any work for promoting the kingdom of God. ദൈവത്തിന്റെ വചനപ്രകാരം യഥാർത്ഥ രോഗിയായ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാത്തവനാണ്. There are so many Christians here in all the churches who think they are perfectly healthy, their cholesterol is normal, blood sugar is normal, ECG is normal, X-ray is normal. They think they are fine, first class Christians. ഈ നമ്മുടെ സഭകളിലുള്ള ഭൂരിഭാഗം ക്രിസ്ത്യാനികളും മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന ആ കൊളസ്ട്രോൾ ഒക്കെയാണ്, ഡയബറ്റീസ് ഇല്ല, ഹൃദയത്തിൽ ഇടിപ്പൊക്കെ കണക്കിനാണ് എന്നെല്ലാം പറഞ്ഞ് നല്ല ആരോഗ്യത്തോട് ഇരിക്കുക
രോഗിയാണെന്ന് But they ആശ്വസിക്കുന്നു. don't know they are little finger for the extension of God's kingdom. എന്നാൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ചെറുകൾ പോലും The അനക്കുകയില്ല. world will say you are a healthy person. ലോകം നിങ്ങളെ മുദ്രയടിക്കും, നിങ്ങൾ നല്ല But ആരോഗ്യവാന്മാരാണ്. you know what God will say? എന്നാൽ ദൈവം എന്ന് He പറയുന്നത് will put you in the seriously and dangerously ill list. നിങ്ങൾ സീരിയസ് ആയിട്ട് രോഗികളാണ് എന്നാണ് ദൈവം നിങ്ങളെ മുദ്രയടിക്കുക. Jesus will look at you. കർത്താവ് നിങ്ങളെ നോക്കും. What is wrong with him? നിങ്ങൾക്ക് എന്താണ് അസുഖം? Angels will look at you. ആ രോഗികൾ നോക്കും, ദൂതന്മാർ നോക്കും. What is wrong with you? നിങ്ങൾക്ക് എന്താണ് അസുഖം? He seems to be very sick. അവൻ വളരെ He രോഗിയാണല്ലോ. doesn't do anything. അവനൊന്നും ചെയ്യാൻ കഴിയും. Put him in the dangerous list, they will say. അവനെ സീരിയസ് കണ്ടീഷനിലാണുള്ളവരുടെ പേര് ഉൾപ്പെടുത്തുക എന്ന് പറയും. Because only a sick person cannot work. കാരണം എന്താണെന്ന് പറയാമോ, അത്ര രോഗത്തിന്റെ മൂർത്തന്യാസത്തിരിക്കുന്ന വ്യക്തിക്കാണ് ഒന്നും ചെയ്യാനൊക്കെ. Because heaven knows there are people whom the world brands as sick people. But in their sick bed, in their sickness, in their adversities, in their problems, they continue to work for God and add souls to the kingdom of God. കാരണം ലോകത്തിൽ തീരാരോഗത്തിന്റെ അനുഭവത്തോടെ കടന്നു പോകുമ്പോഴും രോഗക്കിടക്കയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോഴും അനേക ക്രിസ്തുവിലേക്ക് നയിക്കുന്ന അനേക ക്രൈസ്തവരുണ്ട്. There is a girl called Annie Johnston Flint. ആനി ജോൺസൺ ഫ്ലോയ്ഡ് എന്ന് പറയുന്ന ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കഥ ഞാൻ She കേട്ടു. lost her father and mother at 3 years of age. 3 വയസ്സുള്ളപ്പോൾ അവരുടെ മാതാപിതാവ് നഷ്ടപ്പെട്ടു. She became a rheumatic patient at 12 years of age. 12 വയസ്സുള്ളപ്പോൾ അവർ മാതരോഗിയായി മാറി. She became bedridden at 16 years of age. 16 വയസ്സായപ്പോൾ കിടക്കയിൽ എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. She became almost sort of a totally confined to bed by about in her teenage. അവരുടെ ടീനേജ് പ്രായത്തില് നല്ല യൗവന പ്രായത്തില് കിടക്കയിൽ എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. 21st year she became blind. 24ാമത്തെ വയസ്സായപ്പോൾ 21ാമത്തെ വയസ്സിലൂടെ കണ്ണിന്റെ കാഴ്ച She died at 24 years with full of dead sores on her body. 24 വയസ്സായപ്പോൾ ദേഹം മുഴുവൻ മൃഗങ്ങൾ കിടന്ന് മൃഗങ്ങൾ പിടിച്ചവൾ മരിച്ചു. And also a paralytic and arthritic and incontinent, a blind girl dying at 24 years. നോക്കുക, അപ്പനും അമ്മയില്ലാത്ത അഗതിയായ പെൺകുട്ടി 12 വയസ്സായപ്പോൾ വായുരോഗം പിടിച്ചവള്, 21ാമത്തെ വയസ്സിൽ കണ്ണിനെ നഷ്ടപ്പെട്ടവള്, 24ാമത്തെ വയസ്സിൽ ശരീരം നിറച്ച് രോഗവുമായിട്ട് മരിച്ചവൾ. The world will say she's a sick person. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഇവളെ പോലെ രോഗി ഉണ്ടായിട്ടില്ല. But while the pain of arthritis was tormenting her, she used to compose hymns and ask some people to write those songs she composed. എന്നാൽ വാദരോഗത്തിന്റെ വേദന അവർ വിരാമനമുകളെ കീഴടക്കുമ്പോൾ അവർ അതിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കുകയല്ലായിരുന്നതിനെയോ അവർ ദൈവത്തിന് വേണ്ടി അനേകം പാട്ടുകൾ എഴുതി അത് പാട്ടെഴുതി അതിന് നീളം പറയുവാൻ പാട്ടുകാരുടെ കൊടുത്തവർ. Whenever anybody comes to visit her, she used to ask other people to sing that song. അനേക ആളുകൾ അവിടെ കാണാൻ വരുമ്പോൾ ഇവരെഴുതി പാട്ടുകൾ പാടി കേൾപ്പിക്കണമേ എന്നവർ ആവശ്യപ്പെടുന്നു. Many people who have come to visit her on the sick bed heard her song, given their hearts to Jesus Christ. നമ്മളെ അവർ ലോകത്തിൽ കടന്നു വന്ന് മകതാവും പറഞ്ഞ് മടങ്ങി പോകാൻ വേണ്ടി കടന്നു അനേകർ ഇവരെഴുതിയ പ്രത്യാശയുടെ പാട്ടിന്റെ അടികൾ കേട്ട് അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടാണ് പോയത്. The world will say, the doctors of the world will certify, this is a poor, paralytic, incontinent, blind, hopelessly sick girl. ലോകത്തിലെ വിശുദ്ധന്മാരെ മുദ്രയിരിക്കും. കണ്ണിന് കാഴ്ചയില്ലാത്ത വാദരോഗം പിടിച്ച കട്ടിലെഴുന്നേക്കാൻ വയ്യാത്ത രോഗിയായ യൗവനക്കാരി. But my Jesus will not say about her like that. എന്നാൽ യേശുവിനോട് കുറിച്ചുള്ള കാഴ്ചകളല്ല. My Jesus will say, she is the most happy person in the whole world. ഈ ലോകങ്ങളിൽ വെച്ച് ഏറ്റവും ആരോഗ്യത്തോടുകൂടെ ഏറ്റവും സ്ഥാനത്തോടുകൂടെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവളാണ്. Because every day she has been adding souls to the kingdom of God. കാരണം ഓരോ ദിവസവും അവർ അനേകരെ ദൈവരാജ്യത്തിലേക്ക് Brothers and sisters, that is the moral of this message. അതാണ് ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞ ഈ ആലോചനയുടെ സംക്ഷിപ്ത രൂപമാണ്. Don't worry whether you are sick or healthy in this world. ഇന്ന് രാത്രികാലം കഴിയുന്നത് രോഗിയാണോ സൗഖ്യമാണോ അല്ലവരും It is the master citizen who has to give the certificate to you. ആ മുദ്രയടിക്കേണ്ടത് നീ രോഗിയാണോ ആരോഗ്യമാണോ മുദ്രയടിക്കേണ്ടത് ലോകത്തിലോ സ്വർഗത്തിലെ വഴിയാണ്. Jesus has to say whether you are sick or healthy. രോഗിയാണോ ആരോഗ്യമാണോ. And Jesus will say you are sick, will certify you are sick if you are not working or contributing. ദൈവത്തിന് വേണ്ടി ഒരുക്കുന്നത് ജീവിതം കഴിച്ച് പോവുകയാണ്. തീർച്ചയായും രോഗിയാണ് ദൈവം കഴിയും. Oh, he is not only a sick person. ദൈവത്തിന് അങ്ങനെ മുദ്രയടിക്കാൻ And കഴിയും. today you decide to work for God. ഈ രാത്രികാലം യേശുവിന് വേണ്ടി You ജീവിതം just work for God. നിന്റെ ആരോഗ്യം യേശുവിന് വേണ്ടി ജീവിതം Let your heart God give you the grace to work for Him. രോഗിയാണ് Blind people have been God's kingdom builders. So many sick people have been building up the kingdom of God. They are the healthy people. And when you decide to do like that, God will heal you. He will not heal your body, He will heal your attitude, He will heal your
പോലെ പ്രാർത്ഥിക്കുക. Whenever you mourn, എപ്പോഴും കരഞ്ഞാലും whenever you suffer, എപ്പോൾ നീ കഷ്ടതകൾ കടന്നു പോയാലും you will always get comfort. നിനക്ക് തീർച്ചയായും ദൈവത്തിന്റെ ആശ്വാസം For ഉണ്ടാകും. some people he will heal the body. ചിലരെ ദൈവം ശാരീരികമായി സൗഖ്യപ്പെടുത്തും. Some people he will heal the soul. ചിലര് മനസ്സിലാണ് ദൈവം സൗഖ്യപ്പെടുത്തും. Ultimate aim is you should be his kingdom builder. ദൈവത്തിന്റെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, നാം ശരീരത്തിലിരുന്നാലും നമ്മൾ ആരോഗ്യത്തോടിരുന്നാലും രോഗത്തിനോടിരുന്നാലും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. That is your attitude. Surely you will be comforted this night. അങ്ങനെയാണ് എന്റെ നിലവാരങ്ങൾ ഇന്ന് രാത്രി കാലം ദുഃഖിക്കുന്നവർക്ക് ആയിക്കോട്ടെ ലഭിക്കും. Shall we bow down our head and pray? നമ്മുടെ കണ്ണുകൾ നമ്മളെ അടയ്ക്കണം. He will make your mourning into dance this night. ഓ ഇന്ന് രാത്രി കാലം നൃത്തത്തെ നിന്റെ വിലാപത്തെ He will make your mourning into dance this night. നിന്റെ വിലാപത്തെ നൃത്തമാക്കി പോവുകയാണ്. Those who know this song, sing with me. ഹല്ലേലൂയ. ഈ പാട്ട് Today